മനുഷ്യനാണെങ്കിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളത് പ്രശ്നമല്ല, എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല പ്രശ്നം, എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ചില മീസാമൊക്കെ എഴുതിയക്കലുണ്ട്. അബ്ദുള്ള, ജനനം 1975, മരണം 2005 എന്ന് പറഞ്ഞാൽ 40 കൊല്ലം ഒരു 70 കലം തൂക്കൾ വരെ ഇറച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്ന് അതിന്റെ അർത്ഥം. അതാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ തൊഴുത്തിൽ പോത്തല്ല നല്ലത്. ആ എഴുത്ത് മാഞ്ഞാൽ അയാൾ ഓർമ്മയും പോയില്ലേ? ഞാൻ ഇവിടെ എവിടെയും എഴുതിയതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. എഴുതിച്ചുകൊണ്ട് മസലും പറയല്ല. ഞാൻ പറയുന്നത് മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നത് പ്രശ്നമേ അല്ല, എന്തെല്ലാം ചെയ്തു എന്നതാണ് പ്രശ്നം. ബദരീങ്ങളായത് അവരേറ്റവും കൂടുതൽ ആയുസ്സുള്ളവരായതുകൊണ്ടല്ല, പിന്നെ ജീവിതത്തിൽ അവർ അഡ്രസ് ഉണ്ടാക്കി. ജീവിതത്തിൽ നിലവാരമുണ്ടാക്കി, അഡ്രസ് ഉണ്ടാക്കി. മനുഷ്യന്റെ അഡ്രസ് എന്താ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, മസ്തിഷ്കമൊന്ന് തുറന്നു വെക്കണേ. വാല് ചെകിട് കൊണ്ട് കേൾക്കല്ലേ, കൽബ് കൊണ്ട് കേൾക്കണേ. ഇവിടെ കൊണ്ടാ വാല് കേൾക്കണ്ടേ. ഇതുകൊണ്ട് കേട്ടാൽ അതിക്ക് കയറും, അപ്പുറത്ത് കൂടെ പോകും. പൈപ്പ് തുറന്ന മാതിരിയായിരിക്കും. ചിലപ്പോൾ ചേമ്പിനെല്ലാം വെള്ളം ഒഴിച്ച് വെച്ചു. ഇത് തുറന്നു വെക്കണം. ഇവിടെ ഒക്കെ പരിപാടികൾ അങ്ങനായി, ഒക്കെ റെഡിമെയ്ഡ് പരിപാടികൾ. മൊലിയേര് വന്നോ? എന്നാ തുടങ്ങല്ലേ, 7:35 തുടങ്ങാം. എന്നാ പാത്തി വിളിച്ചുകൂടി 2 മണിക്കൂറത്തെ ഒരു പ്രോഗ്രാം, ഒരു റെഡിമെയ്ഡ് പ്രോഗ്രാം. ഇനി നാളെ വരി അങ്ങനെ കേൾക്കണ്, പോണ്, പറയണ, നിസ്കാരം കള്ളാക്കണ്, കള്ളൊടിക്കണ്, ഈപത്ത് പറയണ, വ്യഭിചരിക്കണ്, അങ്ങനെ പോണ്. പിന്നെയും വേള്, പിന്നെയും വ്യഭിചാരം, പിന്നെയും വേള്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡ് പരിപാടിയാണ്. കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ അപകടമാണ്. ഖുർആനിൽ പറഞ്ഞ മുഅ്മിനീങ്ങളുണ്ട്, അതിന്ന് തപ്പിയല്ല, വളരെ വിരളമാണ്. ഖുർആനിൽ പറഞ്ഞ മുഅ്മിനീങ്ങളുടെ 5 സ്വഭാവങ്ങൾ ഒറ്റ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. 1, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. 2, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. الذين يقيمون الصلاة ومما رزقناهم ينفقون. ഇനി അല്ലാഹു ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നത് നോക്കൂ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ. ഒറിജിനൽ മുഅ്മിനീങ്ങൾ ഇവരാണ്. ഒറിജിനൽ മുഅ്മിനീങ്ങൾ ഇവരാണ്. അല്ലാത്തതോ ഡൂബിളിയാണ്. അപ്പൊ ഏതൊരു മുഅ്മിനിലും ഈ 5 സ്വഭാവം ഉണ്ടോന്ന്, ഇത് ലബോറട്ടറിയാണ്. ഈ ആയത്തെ ലബോറട്ടറിയാണ്, ഈമാന്റെ ലബോറട്ടറിയാണ്. നമുക്കൊക്കെ പരിശോധിക്കാം. നമ്മൾ ഷുഗർ പരിശോധിക്കണ്ടല്ലോ, ഈമാനെന്ന് പരിശോധിച്ചൂടെ? ഷുഗർ തലാറും കണ്ട് ഉസ്താദേ, രാവിലെ ഡോക്ടറെ പോയി ഫാസ്റ്റിങ്ങിൽ ഷുഗർ 200 ഫാസ്റ്റിങ്ങിൽ 200 ഭക്ഷണം കഴിക്കാതല്ലേ? അപ്പൊ അന്ന് ഉറക്കം പോണില്ലേ? എന്നാതാ അള്ളാഹു താല നല്ലൊരു ലബോറട്ടറി തുറന്നു വെച്ചിരിക്കുന്നത്. ഈ 5 നിബന്ധനകളൊന്ന് നമ്മൾ ആരോടും പറയണേ, നമ്മക്ക് നമ്മളെ കാര്യം അറിയാം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് പരിചയമുള്ളത് തന്നെയാണ്, നിങ്ങളല്ല. ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളോടാ വേളവരുണ്ട്. അപ്പൊ ഞാൻ വേളവരുണ്ട് എന്നോട്, അങ്ങളോടല്ല. പിന്നെ ക്ഷണിച്ചപ്പോ ഞാൻ വന്നെന്ന് മാത്രം. ഞാൻ വേളവരുണ്ട് എന്നോടാ. എനിക്ക് ഏറ്റവും പരിചയമുള്ള ആളല്ലേ നസീഹത്ത് ചെയ്യണ്ടേ? എനിക്ക് ഏറ്റവും പരിചയമുള്ള എന്നല്ലേ? അപ്പൊ നിങ്ങളെ കാര്യം ചിന്തിക്കാം. ഈ 5 കാര്യം ഉണ്ടോന്നൊന്ന് പരിശോധിക്കാം. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞില്ലേ, ഏക്കറക്കണക്കിനുള്ള ആൾക്കാർ കൊടുത്തു. 100 ഏക്കറൊക്കെ ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ തലേക്ക് സാധനം കയറിയോണ്ടാണ്. ദീന് തലേക്ക് കയറലുണ്ട്, പോക്കറ്റ് കറങ്ങലുണ്ട്. തലേക്ക് കയറിയാൽ പണി തുടങ്ങും, തലേക്ക് കയറിയില്ലെങ്കിൽ പണി തുടങ്ങൂല. ഉദാഹരണം ഞാൻ പറയാം. ഞാൻ പോകുന്ന വണ്ടി എടുത്ത് പോകുമ്പോ എനിക്കൊരു ഇൽമുണ്ട്, തലേക്ക് കയറാത്തൊരു ഇൽമ. എന്താണ്? സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ SI പിടിച്ചിട്ട് 500 രൂപ ഫൈൻ അടക്കും. എനിക്ക് തലേക്ക് കയറിയിട്ടില്ല. അതെനിക്ക് എവിടുക്ക കയറിക്കണ, ചവിട്ടുക്കും കയറിക്കണ, തൊള്ളേക്കും കയറിക്കണ, തലേ കയറിയിട്ടില്ല. എന്നിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാതെ പോവാണ്. അപ്പൊ അപ്പുറത്തുനിന്നൊരു വണ്ടി സിഗ്നൽ വന്നു, അവിടെ SI ഉണ്ട്. അപ്പൊ വണ്ടി സൈഡാക്കിയിട്ട് ഇതാ ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇപ്പൊ തലേക്ക് കയറി. കാരണം തലേക്ക് കയറി അമല് തുടങ്ങും. നിങ്ങൾക്ക് മനസ്സിലായോ? തലേക്ക് കയറിയാ പണി തുടങ്ങും.
തലേക്ക് കയറിയാൽ പണി തുടങ്ങും. മഹാനായ ബാപ്പുവാജിന്റെ തലേക്ക് എന്ന് ബാഫക്കൈത്തങ്ങൾ പറഞ്ഞതുകൊണ്ട് അങ്ങ് കയറി ബാപ്പുവാജി അമൽ ചെയ്തു. 20 ഏക്കർ കൊടുത്ത രണ്ടാമത്തെ ബാപ്പുവാജിയും അമൽ ചെയ്തു. ഞാൻ ഇന്നലെ വാള് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ കയറിയപ്പോൾ അവിടുത്തെ ഖതീബിനോട് പറഞ്ഞു, ഉസ്താദേ, ഇത് മഹലിന്റെ പ്രഗത്ഭനായ ഭാരവാഹിയാണ്. ഈ മഹലിൽ ഭൂരിഭാഗവും പറമ്പ് അവരുടേതായിരുന്നു. എല്ലാം മദ്രസക്ക് അവരുടെ വാപ്പ കൊടുത്തു, പള്ളിക്ക് വേണ്ടി കുറവ് കൊടുത്തു. ഇപ്പോൾ ചെറിയ പറമ്പിലുള്ള വീട് മാത്രമേ ഉള്ളൂ. സന്തോഷാധിക്യമുണ്ട്, എന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. കാരണം അള്ള തന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. KL 14 3061 ആൾട്ടോ പിന്നെ വണ്ടി ഉണ്ട്. തടസ്സപ്പെടുത്തിയിട്ട് അവിടെ നിൽക്കണമെന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് തൗഹീദിന്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 7 ചില്ലാനും ശാഖകളുണ്ട്. അതിന്റെ ഏറ്റവും താഴെ ഇമാത്തത്തുൽ അദാനി ത്വരീഖുണ്ട്. വണ്ടികളൊക്കെ തടസ്സത്തിന് ഒഴിവാക്കി കൊടുക്കുന്നത്. അത് മുള്ളു മാത്രമല്ല, എല്ലാം പെട്ടെ. കാരണം പന്നിയിറച്ചി കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തോലും സൂപ്പ് വെച്ച് കുടിക്കാൻ അർത്ഥമില്ല. അങ്ങനെ അർത്ഥം വെക്കരുത്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാ തീയത്തിന്റെ ഉടമ നമ്മളാണെന്നല്ല. പഴയ കാലത്ത് ഗൾഫ് പോയ ആളുകൾ നാട്ടിൽ കത്തേക്കും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ കണ്ട് വായിച്ചറിയാം, അതുകൊണ്ട് പ്രിയപ്പെടാത്ത ഭാര്യ വേറെ ഉണ്ടെന്ന് അർത്ഥമില്ല. അപ്പോ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഭാഗമാണ്. വണ്ടി തടസ്സമായിട്ട് നിൽക്കരുത്, മാറ്റി കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. ഒന്നും കൂടി ആവർത്തിക്കുന്നു. പറയുന്ന ഞാൻ കൽബുകൊണ്ട് പറയണം, കേൾക്കുന്ന നിങ്ങൾ കൽബുകൊണ്ട് കേൾക്കണം. ഇതിൽ നിന്ന് ആദ്യം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണം, ഉൾക്കൊണ്ട് പറയണം. മയ്യിത്തായ കുറെ അക്ഷരങ്ങൾ കുപ്പിച്ച് ചുപ്പിട്ട് കാര്യമില്ല, ഉൾക്കൊണ്ട് പറയണം. അതിന് ഇത്യാദാണ്. ലൈസൽ ആലിമു മൻ ജമഅൽ ഉലൂമ ബലിൽ ആലിമു മൻ ഇത്തസഫ ബിൽ ഇൽമി എന്ന് ഗസാലി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗസാലി ഇമാം വഫാത്തായി ഈ മാസത്തിലാണ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഈ മാസത്തിൽ കുറെ മഹാന്മാർ വഫാത്തായിട്ടുണ്ട്. ഗസാലി ഇമാം വഫാത്ത് ഈ മാസത്തിൽ, സിദ്ദീഖുൽ അക്ബർ വഫാത്ത്, ഇമാം നൈസാബുരി വഫാത്ത് ഈ മാസത്തിലാണ്, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു വഫാത്ത് ഈ മാസത്തിലാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മാസത്തിൽ വഫാത്തായിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഗസാലി ഇമാം പറഞ്ഞാണ്, ലൈസൽ ആലിമു മൻ ജമഅൽ ഉലൂമ. പ്രസംഗിക്കാൻ കുറെ സബ്ജക്ട് തലയിൽ പേറിയാനല്ല ആലിമ. അല്ലാഹു തആല എന്നെ പോലെയുള്ള മുത്താലിമീങ്ങളെ നന്നാക്കി തരട്ടെ. പ്രസംഗിക്കാൻ കുറെ വിഷയങ്ങൾ വെട്ടിമുറിച്ചിട്ട് അതിനൊപ്പിച്ച് ആയത്തോ ഹദീസും കൊണ്ടെടുക്കുന്ന ആളല്ല ആലിമ്. ബലിൽ ആലിമു മൻ ഇത്തസഫ ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ഇത്തിസാഫുള്ളവനാ. അവിടെയാണ് അത്തിമദ് ഉസ്താദും ജബ്ബാർ ഉസ്താദും ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ വേർതിരിയുന്ന അവിടെയാണ്. ഞങ്ങളൊക്കെ ഈ പടപ്പാട്ട് പാടി നടക്കുകയാണ്. അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തെറ്റെ. ആമീൻ പറയും, ആമീൻ പറയും. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തെറ്റെ. നല്ല വീടുണ്ട്, നല്ല തുണിയുണ്ട്, നല്ല കുപ്പായുണ്ട്, നല്ല വണ്ടിയുണ്ട്, നല്ല കൂറ്റുണ്ട്, നല്ല ശബ്ദമുണ്ട്, നല്ല പൈസ ഉണ്ട്. പക്ഷെ നല്ല മനുഷ്യനെ കാണാൻ പ്രയാസമുള്ള കാലമാണ്. അതുകൊണ്ട് നന്നായിട്ട് പറഞ്ഞോളി. അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തെറ്റെ. അല്ലാഹു നന്നാക്കി തരട്ടെ. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അകക്കൺതുറന്നൊന്നീ നോക്കുന്നീ മൂട, ഉത്സാരം വന്നാലുറങ്ങാമോ കേടാ. ദീനൊന്നും മണത്തറിയണം. ദീനിന്റെ ചകരി ഇങ്ങനെ പേറിയിട്ട് കാര്യം. തൗഹീദിന് 4 വിധാനമുണ്ട്. ലുബുണ്ട്, ലുബുൽ ലുബുണ്ട്, കിസ്റുണ്ട്, കിസ്റുൽ കിസ്റുണ്ട്, ലുബുണ്ട്, ലുബുൽ ലുബുണ്ട്, കിസറുണ്ട്, കിസറുൽ കിസറുണ്ട്, ലുബുണ്ട്, ലുബുൽ ലുബുണ്ട്. നമ്മളടുത്ത് ഏതാണുള്ളത്? ഈ തേങ്ങ പോലെ തന്നെ തേങ്ങക്ക് ഒരു ചകിരിണ്ട്, ചിരട്ടുണ്ട്. ചിരട്ടന്റെ ഉള്ളിൽ കാമ്പുണ്ട്. കാമ്പിന്റെ ഉള്ളിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ? കാമ്പിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? നിങ്ങൾ ഇന്ന് നോക്കി തുറച്ചാൽ ഞാൻ വാത് പറയുന്നില്ല, മറുപടി ഉണ്ട് പറയേണ്ടി വരും ചിലപ്പോ. കാമ്പിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? വെള്ളമുണ്ട്. ഇനി ഒന്നും കൂടി പരിശ്രമിച്ചാൽ അതിന് തന്നെ എണ്ണ കിട്ടും. നമ്മൾ ഈ ചകിരി എടുത്തിട്ട് പറയാം ഞാനും അതിന്റെ ആളാണ്. നമ്മളെടുത്തൊക്കെയുള്ള ഇസ്ലാം ചകിരിയാ. ഒന്നങ്ങട്ട് അടിയൊക്കെ ഇറങ്ങി നോക്കി അപ്പൊ ചിരട്ട കാണാം. ചിരട്ട പൊട്ടിച്ച് നോക്കി അപ്പൊ കഴമ്പ് കാണാം. കാമ്പൊന്ന് പൊട്ടിച്ച് നോക്കി വെള്ളം കാണാം. ഇനി ഇതൊന്ന് ഉണക്കിയിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് നോക്കി അപ്പൊ വെളിച്ചെണ്ണ കിട്ടും. മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം വെച്ച് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളെടുത്തിപ്പോ എന്താ ഉള്ളത്? ചകിരിയാണോ, ചിരട്ടയാണോ, കാമ്പാണോ, വെള്ളമാണോ, വെളിച്ചെണ്ണയാണോ? എന്താ ഉള്ളത്? വേള ചിന്തിക്കാനുള്ളതാണ്. 2 മണിക്കൂർ മേറ്റർ വരെയുള്ളതല്ല, ചിന്തിക്കാനുള്ളതാണ്. തഫക്കുർ സഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന. മുഹമ്മദ് മുസ്തഫ.
ചിന്തിച്ചാലാ മനുഷ്യൻ നന്നായി. ഞാൻ കണ്ടുവരുമ്പോ ഇബ്രാഹിം നബിയുടെ പാട്ടാണ് കുട്ടികൾ പാടുന്നത്. അത് 18 രാജ്യം കരിമ്പടം പുതച്ചിരുന്നേ. അത് ചിന്തിച്ചപ്പോഴാ ശരിയായത്, അല്ലെങ്കിൽ ഒന്നുമല്ല. മനുഷ്യന്റെ കൽബ് തുറക്കണം, അപ്പോഴേ മനുഷ്യനാവും. കൽബ് തുറക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. കൽബ് തുറക്കണം, അപ്പോഴേ മനുഷ്യനാകൂ. മനുഷ്യനായതിന് അഡ്രസ് ഉണ്ടാക്കണമെങ്കിൽ ചകിട് തുറന്നാല് പോരാ, കൽബൊന്ന് തുറക്കണേ. അപ്പോഴേ ഡേറ്റ് ഓഫ് ബർത്ത് കണക്കൂട്ടിന് അർത്ഥമുള്ളൂ. ലാ യലിജുൽ ജന്നത മല്ലം യൂലദി ഇത്നൈനി. 2 പ്രാവശ്യം പ്രസവിക്കപ്പെടാത്തവൻ സ്വർഗത്ത് പോകില്ല. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ശ്രദ്ധിക്കണേ. നല്ല രസമുള്ള ഒരു തത്വം. 2 പ്രാവശ്യം ഉമ്മാന്റെ പള്ളേന്ന് പുറത്ത് വരാത്തവൻ സ്വർഗത്ത് പോകില്ല. അങ്ങനെ സംഭവം ഉണ്ടാവോ? ഉമ്മാന്റെ പള്ളേന്ന് ഗർഭാശയത്തിന് 1 പ്രാവശ്യമല്ലേ പുറത്ത് വരുള്ളൂ, 2ാം പ്രാവശ്യം വരുമോ? പക്ഷെ ഈസാ അലൈഹിസ്സലാം പറയാം 2 പ്രാവശ്യം ഗർഭത്തുനിന്ന് പുറത്തു പോയവനെ സ്വർഗത്ത് കടക്കുള്ളൂ. കുടുങ്ങിയില്ലേ? എന്താണ് പറഞ്ഞത്? ഒരു ഗർഭം ഉമ്മാന്റെ ഗർഭാശയം അതിന് പോകുന്നോണ്ട് മനുഷ്യനാവില്ല. 2ാമത്തെ ഒരു ഗർഭാശയുണ്ട്, ഹവൻ നഫ്സ് പുറത്ത് വന്നിട്ട് പ്രായം കണക്കൂട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഉലായിക്കല്ലന്ന. ഈ പൊന്നാനി ഭാഗത്ത് അബൂബക്കർ മാഷ് എന്നുള്ളൊരു മസ്താ ഉണ്ടായിരുന്നു. തൗഹീദിന്റെ പുഴയിൽ മുങ്ങിയിട്ട് മത്ത് പിടിച്ച ആളാണ്. മൂപ്പര് കവിത ഉണ്ട്. ഞാൻ കുറച്ചായിട്ട് ഇപ്പൊ 2-3 വാതിലുകൾ പാടിയിട്ട് പലരും വിളിച്ചു പറയും ഒന്നുകൂടി പാടി തരണം ഉസ്താദേ. എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു കവിതയാണ്. ചില സിനിമയിലൊക്കെ ആ കവിത പിന്നീട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉത്തരവാദികളല്ലേ. തസൂഫാണ് കവിത. യേശുദാസ് പാടിയിട്ടുണ്ട്, മാർക്കോസ് പാടിയിട്ടുണ്ട്, ഇനി ഗ്ലൂക്കോസ് പാടിയാലും വിഷയം തസൂഫ. വലിയ മസ്താനായിരുന്നു. പട്ടാപ്പകലും ഇത് കേൾക്കുമ്പോ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മളതിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു പ്രഭാഷകനാ, മൂപ്പരൊരു മാതൃക ഞാൻ പഠിച്ചു. എന്താ പറയുക, ഞാനിപ്പോ എല്ലാ ദിവസവും പരിപാടി ആയിരിക്കും. മഹലിൽ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ പ്രഭാഷണ ലോകത്തായിരിക്കും. അപ്പൊ മൂപ്പനോട് തന്നെ മഹലിൽ പരിപാടി ആകുമ്പോൾ ഞാൻ പുറത്ത് പരിപാടി ഏൽക്കൂല എന്ന് പറഞ്ഞു. പരിശ്രമിക്കാറുണ്ട്, പക്ഷെ കഴിയാറില്ല. അല്ലാഹു തആല അവർക്ക് നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ അബൂബക്കർ മാഷ് പാടുകയാണ്. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകല് ചൂട്ട് മിന്നിച്ചിട്ട് ഒരു മനുഷ്യൻ കല്യാണപ്പരി പോയിട്ട് ചോദിക്കുക, ഒരു മനുഷ്യനെ കാണിച്ചു തരുമോ? ആരോടാ ചോദിക്കണേ? നിങ്ങൾക്ക് മനസ്സിലായോ ആരോടാ ചോദിക്കണേ? നിങ്ങളൊന്ന് തൊള്ള തുറക്കുകയും സഹോദരന്മാരെ, ഇത് വൺ വേ ഒന്നല്ല, കുറച്ച് നിങ്ങൾക്കും കൊണ്ട് പറഞ്ഞുതരാം. നിങ്ങൾ തൊള്ള തുറന്നില്ലെങ്കിൽ ഞാൻ വേഗം എന്റെ പണി ഇതാക്കിയിട്ട് പോകും. എനിക്ക് നാളെ രാവിലെ രാത്രിയൊക്കെ പരിപാടി. അതുകൊണ്ട് ചോദിക്കണേ. ഇപ്പോ ഞാൻ ചോദിക്കണേ, ചിലതിനേക്കാൾ മറുപടി പറഞ്ഞേ തീരുള്ളൂ. മനുഷ്യന്മാരോടാണ് ഒരു മനുഷ്യൻ പോയിട്ട് പട്ടാപ്പകൽ ചൂട്ട് വിനിച്ചിട്ട് മനുഷ്യനെ കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നത്. ഈ പകലെന്തിനാ ചൂട്ടെത്തിക്കണേ? നമ്മളെ ശ്രദ്ധ പിടിച്ചു പറ്റാല. പകലെന്തിനാ ചൂട്ടെത്തിക്കണ? അതിനല്ലേ. എന്നിട്ട് ആളുകളോട് ചോദിക്കാണ്, ഒരു മനുഷ്യനെ കാണിച്ചു തരുമോ? വൈകുന്നേരം വരെ ചൂട്ട് മിറ്റിച്ച് ഇങ്ങനെ നടന്നു. സന്ധ്യയായപ്പോ ചൂട്ട് കെടുത്തിയിട്ട് കുടുംബത്തിൽ വന്നിട്ട് പറഞ്ഞു, സുബീക്ക് തരാൻ തുടങ്ങിയത് ഒരു മനുഷ്യനെ. രാത്രിയായി ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. കണ്ടതൊക്കെ ഉലായിക കൽ അൻആമി ബൽ ഹും അദല്ല്. ഇതാണ് ഇപ്പൊ ഇന്നത്തെ അവസ്ഥ. ഞാൻ നിങ്ങളല്ല പറയുന്നത്, എന്നെ പോലത്തെ വരെ. ഞങ്ങളെ അള്ളാഹ് നന്നാക്കി നമ്മളൊക്കെ നന്നായി. അല്ലാഹു തആല നമ്മളൊക്കെ അല്ലാഹു തആല നന്നാക്കി തട്ടെ. ഒന്നാമീ പറയാം, അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ലായിലിജുൽ ജന്നത മല്ലം യൂലദി ഇത്നൈനി. 2 പ്രാവശ്യം പ്രസവിക്കപ്പെടാത്തവൻ സ്വർഗത്തിൽ പോകൂല. റൂഹുല്ലാഹി ഈസാ. ഉമ്മാന്റെ പള്ളയിൽ നിന്ന് 2 പ്രാവശ്യം പുറത്തു വരാത്തവൻ സ്വർഗത്ത് പോകൂല.
ഏതാണ് ആ ഗർഭാശയം? ഒരു ഗർഭാശയം 9 മാസം നമ്മൾ ഉമ്മാന്റെ പള്ളയിൽ കിടന്നു, അതാണ്. അതുകൊണ്ട് മനുഷ്യനാവില്ല. പിന്നെ ഒരു ഗർഭാശയം ഉണ്ട്. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ഉമ്മാന്റെ ഗർഭാശയമാണ് ഒന്ന്. രണ്ടാമത്തത് ഹവൻ നഫ്സ് എന്ന ഗർഭമാണ്. ഇത് രണ്ടിനും പുറത്ത് വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കണക്കൂട്ടിയിട്ട് കാര്യമായി. അല്ലാതെ പ്രായം കൂട്ടിണ്ടാക്കിയില്ല. മനുഷ്യന്റെ അന്തസ്സ് എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ്. ആകാരത്തിലും ഹൈറ്റിലും വെയിറ്റിലും നിലവാരമുള്ളത് ആടുമാട് ഒട്ടത്തിനാ, മനുഷ്യനല്ല. മനസ്സിലായോ? ഈ ഇറച്ചിന്റെ തൂക്കത്തിൽ നിലവാരമുള്ളത് ആടുമാട് ഒട്ടത്തിനാണെന്ന് മനുഷ്യനല്ല. ഇന്ന് വരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ആള് മുത്തക്കയായ മനുഷ്യനാണ്, ഭയങ്കര പള്ളണ്ട് എന്ന് പറഞ്ഞോ? ആള് നല്ലൊരു മനുഷ്യനാ, എന്തോ ഒരു തടിയെന്ന് പറഞ്ഞോ? തൂക്കത്തിനനുസരിച്ച് കൊണ്ടല്ല മനുഷ്യന്റെ നിലവാരം, അത് ആടുമാട് ഒട്ടത്തിനാ. മനുഷ്യന്റെ നിലവാരം എന്താ നിങ്ങളെ? റൂഹിന്റെ ക്വാളിറ്റി. കാരണം അതാണ് മനുഷ്യൻ. ഇതൊന്നും മനുഷ്യനല്ല. ഇത് മനുഷ്യനാണെങ്കിൽ ഞാൻ എന്റെ കൈ എന്ന് പറയുന്നത്, എന്റെ കൈ നമ്മ ഇലാഫത്ത് ചെയ്തിട്ടാണ് പറയുന്നത്. അൽ ഇലാഫത്ത് തുഫീദുൽ മുഗായറാണ്. ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തിയ രണ്ടായിട്ട് മാറുന്നതാണ്. ഇതുപോലെ എന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി എന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ. എന്റെ വീട് എന്ന് പറഞ്ഞാൽ വീടൊന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ. എന്റെ മകൻ എന്ന് പറഞ്ഞാൽ മകന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ. ഇനി അർത്ഥം വെക്ക്, എന്റെ കൈ, അപ്പൊ കൈ ഒന്ന് വേറെയാണ്, ഞാനെന്ന് വേറെ. അവിടെയാണ് മിനിങ്ങേണ്ടത്, മറ്റൊരിടത്ത് മിനിങ്ങിയത് കാര്യമില്ല. അതുകൊണ്ടാണ് ഖുർആന് ഈ വിഷയം സത്യം ചെയ്യാൻ എത്ര സാധനങ്ങളെ പിടിച്ചത്. ഖുർആനിൽ പല നിലക്കും സത്യമുണ്ട്. ചിലതൊക്കെ ഒറ്റ കാര്യം പറഞ്ഞു, ഒറ്റ സത്യം വിഷയം പറഞ്ഞു. നോക്കൂ, വലസ്വർ കാലഘട്ടം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അസ്ര നിസ്കാരം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ വൈകുന്നേര സമയം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ മുത്തനബിയുടെ കാലം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ മരണത്തിന്റെ ആ ശ്വാസം പോകുന്ന സമയം തന്നെയാണ് സത്യം. എന്താകട്ടെ, ഒറ്റ സത്യം. എന്നിട്ട് വിഷയം പറഞ്ഞു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഖലാസ്. ചിലപ്പോ 2-3 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യും. ഈ വിഷയം പറഞ്ഞു. എന്നാലേ കൽബ് ശുദ്ധിയാവൻ രക്ഷപ്പെട്ടു എന്നുള്ളതിന് അല്ലാഹു തആല എന്തെല്ലാം പറഞ്ഞിട്ടാ സത്യം ചെയ്തത് കേട്ടോളൂ. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها. 13 നിലയിൽ അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അഫ്ലഹ എന്നുള്ള മാലിയാഫിൽ കഥ കൊടുത്തിട്ട് ഒരൊറ്റ പ്രഖ്യാപനം, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇങ്ങനെ ഖുർആനിൽ ഇതല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ബേസ് അതാണ്. ബേസ് ഹൃദയ സംസ്കരണമാണ്. ഇങ്ങോട്ട് ചിന്തിക്കണേ. ഇവിടെ കുറെ കിബുറും ഹസദും ഉജുബും, എന്നിട്ട് അതിന്റെ മേലെ കുറെ തക്ബീറും കെട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം ചാണകത്തിന് ഗോൾഡ് പേപ്പറിൽ ഉപയോഗിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നല്ല ഗോൾഡ് പേപ്പറിൽ പോഞ്ഞു കൊടുക്കേണ്ടത് സംഗതി കാഷ്ടാണ്. അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇവിടെ കുറെ സംഗതി ഉണ്ട്. ഈ ടാങ്ക് കണ്ട് വൃത്തിയാതെ മേലെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു തആല നമുക്ക് വൃത്തിയാക്കി തെറ്റാമീൻ പറയും. അല്ലാഹു തആല നമ്മളെ കൽബൊക്കെ നന്നാക്കി തെറ്റാമീൻ പറയും. ഖദ് അഫ്ലഹ മൻ സക്കാഹാ ലാ യലിജുൽ ജന്നത മൻ ലം യൂലദി ഫനീനി. അപ്പോഴേ മനുഷ്യനാകൂ, അല്ലെങ്കിൽ ഉലൈക കൽ അൻആം. ഈ കണ്ണുകൊണ്ട് എനിക്ക് കാണാനേ കഴിയൂ. എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല. ഈ ചെവിടുകൊണ്ട് എനിക്ക് കേൾക്കാനേ കഴിയൂ. എന്ത് കേൾക്കണമെന്ന് തീരുമാനിക്കുന്നത് ചെവിടല്ല. ഈ കൈകൊണ്ട് എനിക്ക് പിടിക്കാനേ കഴിയൂ. എന്ത് പിടിക്കണമെന്ന് തീരുമാനിക്കുന്നത് കൈയല്ല. ഈ കാലുകൊണ്ട് എനിക്ക് നടക്കാനേ കഴിയൂ. എങ്ങോട്ട് നടക്കണമെന്ന് കൽപ്പിക്കുന്നത് കാലല്ല. എങ്കിൽ അവിടെയാണ് നന്നാകേണ്ടത്.
കൈ കൊണ്ട് പിടിക്കാം. എന്ത് പിടിക്കണം തീരുമാനിക്കുന്ന കൈയല്ല. കാലുകൊണ്ട് നടക്കാം. എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് കാലല്ല. വായ കൊണ്ട് കുടിക്കാം. ചായയാണോ ചാരായമാണോ കുടിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് വായല്ല. കണ്ണുകൊണ്ട് കാണാം. എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല. ചെകിടുകൊണ്ട് കേൾക്കാം. എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കുന്നത് ചെകിടല്ല. എങ്കിൽ അവിടെയാണ് മരുന്ന് വേണ്ടത്. അവിടെയാണ് മരുന്ന് വേണ്ടത്. അതിന്റെ മരുന്ന് അടുത്ത കാലത്ത് അറ്റുപോയി, അല്ലെങ്കിൽ നമ്മൾ കുടിക്കാതെയായി. അതാണ് ഈ സംഭവം ഇങ്ങനെ വഷളാവാനുള്ള കാരണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനിയും പറയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കൂട്ടിച്ചേർത്തിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അങ്ങോട്ട് നോക്കൂ. കണ്ണ് അള്ളാഹു തന്നത് കാണാനാണ്, അല്ലേ? ഇതുകൊണ്ട് കാഴ്ച നടക്കണില്ലേ? നമ്മൾ പെട്ടെന്ന് ചികിത്സിക്കൂലേ? കൈ അള്ള തന്നത് പിടിക്കാനാണ്. കൈയുണ്ട്, പക്ഷെ നീട്ടാൻ കഴിഞ്ഞെങ്കിൽ ചികിത്സിക്കൂലേ? കാല് തന്നെ നടക്കാനാ. കാലുണ്ട്, സ്വാധീനമില്ലെങ്കിൽ വൈദ്യരെ കാണൂലേ? വിശ്വകരനെ കാണൂലേ? നാവുണ്ട്, രുചിയൊന്നും അറിയണില്ല, ഡോക്ടറെ കാണൂലേ? അപ്പൊ ഏത് അവയവം കൊണ്ടും പണിയെടുക്കണമെങ്കിൽ ഡോക്ടറെ കാണും. ഞാൻ ചോദിക്കട്ടെ, കൽബ് അള്ള എന്നെന്തിനാ? പണിയെടുക്കണമെങ്കിൽ ഡോക്ടറെ കാണണ്ടേ? കൽബ് അള്ള എന്ന് എന്തിനാ? അത് മണക്കാനും രുചിക്കാനും പിടിക്കാനും നടക്കാനുമല്ല, അള്ള എന്ന ബോധം വെക്കാനും, മാരിഫത്തിന് വേണ്ടി. അവിടെ തപ്പി അതില്ലെങ്കിൽ ഡോക്ടറെ കാണണ്ടേ? മരുന്ന് വേണ്ടേ? എന്താ അവിടെ മാത്രം മരുന്നില്ലാത്തത്? അവിടെ മരുന്ന് എന്തുകൊണ്ട് കുടിക്കണില്ല? ഇവിടെ ഉണ്ട് പന്നിപ്പനി, പക്ഷിപ്പനി, നിപ്പ വൈറസ് ഒക്കെ ഇവിടെ ഉണ്ട്. സത്യത്തിൽ നിപ്പ വൈറസ് പിടിപെട്ടിട്ട് ഒരാൾ മരിച്ചാൽ ഷഹീദിന്റെ കൂലി ചികിത്സയിൽ ഭേദമായിട്ടില്ല. പക്ഷെ ഇവിടെ നിപ്പ വൈറസ് പിടിയിട്ട് മരിച്ചാൽ ഷഹീദിന്റെ കൂലിയല്ല, കാഫറായിട്ട് ചാവും. ഇവിടെ ക്യാൻസർ ഉണ്ട്, ശിർക്കും കുഫ്രൊക്കെ ഉണ്ട്. അതിനും 4 സ്റ്റേജൊക്കെ ഉണ്ട്. ചികിത്സ നടന്നിട്ടില്ലെങ്കിൽ തൂറ്റിയാണ്ട് പോകും. ഇവിടെ പള്ളിന്റെ സൈഡിൽ തന്നെ കൊടുന്ന് മറയ്യ. കാരണം നെഹ്നുനൊക്കും വാഹനം. പള്ളിക്കാട്ടിന് മീസാന്റെ അടി കിടക്കുന്നവരൊക്കെ സ്വർഗത്തിലാന്ന് ധരിച്ചാൽ നമ്മളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. കേവലമായ 4 ചരിത്രം, 3 പടപ്പാട്ടും 2 പാട്ടപ്പിരിവും നടത്തിയാൽ വയല് പൂർത്തിയാവൂല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായി കർക്കശമായി പറയലില്ലല്ലാതെ പറഞ്ഞാലേ വാല് ദഅവത്താകൂ, അല്ലെങ്കിൽ വാല് ബാലായി മാറുന്നതാണ്. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ ഒന്നുകൂടി എന്നോട് പറയട്ടെ, നിങ്ങളോട് പറയട്ടെ, ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായില്ലേ? പക്ഷേ നമ്മുടെ ഹയാത്തിന് ഇന്ന് വരെ അഡ്രസ് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അഡ്രസ്? വലിയ വീടുണ്ടാക്കിയതാണോ? പിന്നെ എന്താ അഡ്രസ്? വലിയ കച്ചവടം തുടങ്ങിയതാണോ? പിന്നെ എന്താ അഡ്രസ്? വലിയ പൂന്തോട്ടവും വലിയ തൊട്ടാരങ്ങളും വലിയ ഉദ്യാനങ്ങളും വാങ്ങിയതാണോ? പിന്നെ എന്താണ് അഡ്രസ്? കുറെ മക്കളുള്ളതാണോ? അല്ല. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. ദുനിയാവിയായ സീനത്ത് എന്ന് പറഞ്ഞാൽ ഷോ എന്നാണ്. ഷോ കൊടുക്കുന്ന സാധനങ്ങളാണ്. ഒരു കച്ചവടം നമ്മൾ നടത്തുമ്പോൾ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് 2 ആഴ്ചക്ക് ബലൂണ് തൂക്കാറുണ്ട്, 2 ആഴ്ചക്ക് അലങ്കാര ബൾബുകൾ ഫിറ്റ് ചെയ്യാറുണ്ട്. അള്ള പറയുന്നു, നിന്റെ മുമ്പിലുള്ള മക്കളില്ലേ, നിന്റെ കയ്യിൽ തന്ന പണമില്ലേ, ഇതൊക്കെ ബലൂണ് തൂക്കിയതുപോലെയുള്ള സാധനങ്ങളാണ്. അത് ഷോക്ക് വേണ്ടി തന്നതാണ്. വാപ്പുള്ള കാലത്ത് തന്നെ മോണ്ടായിക്കൊള്ളുന്നില്ല, മോളുടെ കാലത്ത് വാപ്പ ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്ര വാപ്പാരെ അവരെ കൈകൊണ്ട് മകളെ ഖബറിനടി കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം സീനത്താ. ഇതൊന്നൊന്നുമല്ല. അതുണ്ടെങ്കിൽ എനിക്ക് കുറെ ബിൽഡിംഗ് ഉണ്ട്, എനിക്ക് കുറെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, എനിക്ക് കുറെ, ഇതൊന്നും പറയല്ലേ. അത് സീനത്താണ്, അത് സീനത്താണ്. ബാക്കിയാത്ത് സ്വാലിയാത്തുണ്ടോ? ഇതൊക്കെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 10 റുപ്യ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോ, അതിന് എനിക്കുള്ളത്. അത് ക്ലിക്കാവും. ഇവിടെ ഇട്ടെറിഞ്ഞു പോയതൊക്കെ ഒന്നുമല്ല. ഞാൻ ഒരിക്കൽ ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ട്? എന്നോട് പറഞ്ഞു, എനിക്ക് 8 ഏക്കർ, 800 സെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ആചാര്യ നിങ്ങൾക്ക് 1 സെന്റും ഇല്ല, ആധാരം കയ്യിലുണ്ട് റഹ്മാനിയ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള ആധാരമാണ്, നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളതിന്റെ 1ാമത്തെ തെളിവ്. നിങ്ങളുടെ കയ്യിൽ പിടിച്ച ആധാരമാണ്, നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളത് എനിക്ക് 1ാമത്തെ തെളിവ്. അപ്പൊ എന്താന്ന് വെച്ചു, ആ ആധാരത്തിൽ വാപ്പാനും വല്യപ്പാനും പേരില്ലെന്ന് വെച്ചിട്ടുണ്ട്. അവരെവിടെയെന്ന് വെച്ചു, ഖബറിലാണ്. എന്നാ ഈ പേപ്പർ നാളെ നിങ്ങളെ മോന്റെ കയ്യിലാണ്, അപ്പൊ നിങ്ങളും ഖബറിലായിരിക്കും. അപ്പൊ സത്യത്തിൽ നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് വെച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഇതിങ്ങനെ കൈമാറി പോണ ഒരു പേപ്പർ എന്നല്ലാതെ ആർക്കെങ്കിലും ഉണ്ടോ? ഇതിങ്ങനെ കൈമാറി പോവല്ലേ?
ये दुनिया मुसाफिर खाना है, जो आया है उसको जाना है, मरना भी एक बहाना है, और कब्र भी तेरा ठिकाना है. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കാട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണ്ണി എന്നീലാരന്നേ, ഉലകത്തിൽ തണ്ണി എന്നീലാരന്നേ. പരന്തിരി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചിത്വ നാമൊക്കുണ്ടോ നാട്ടിലെ, കഥയെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ, കബറന്ന ഭയങ്കര വീട്ടിലെ. ഞാൻ വെറും പാട്ട് പാടുന്ന ആളല്ല, പക്ഷെ മനസ്സിന്റെ ചിന്തക്ക് ചിലപ്പം പാട്ട് മിഫ്താഹാറ്. കൽബിൽ ലോക്കായി കിടക്കുന്ന കുറച്ച് വാതിലുണ്ട്, അത് തുറന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ചിലപ്പം പാട്ട് അതിന്റെ മിഫ്താഹാറ്. അങ്ങനത്തെ പാട്ട് പാടിയാൽ നല്ലതാണ്. ഞാൻ കണ്ടു വരുമ്പോ കേട്ടത് അങ്ങനത്തെ പാട്ടാണ്, ഇബ്രാഹിം നബിയെ കുറിച്ച്. എത്ര പാടിയാലും ആഗ്രഹം തീരാത്ത പാട്ടാണ്. ബൽഖീലെ ഇബ്രാഹിം അത് 18 രാജ്യം വീട്ടവർ കരിമ്പടം പുടച്ചിടുന്നേ. 18 രാജ്യങ്ങളുടെ അധിപനായിരുന്നു, അല്ലാതെ വാർഡ് മെമ്പറോ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ല. നമുക്കൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നെറ്റ് ചുളിഞ്ഞിട്ട് ആകാശത്തും ഭൂമിയിലല്ലാത്ത കോലത്തിലല്ലേ മസലും കുറിപ്പിച്ച് നടക്കല് അല്ലേ? ചിലർക്ക് എന്തെങ്കിലും കണ്ട് വന്നു കിട്ടിയാ പിന്നെ ഓന അവിടെയല്ല ഇവിടെയല്ല, ഒരു പോക്കാ നെറ്റിമ്പോ 3 ചുളിച്ചിലുണ്ടോ, അട്ടന്റെ മുഖത്ത് 100 വെച്ച കോലാണ് കളി. എടാ ഹംക്ക് 18 രാജ്യങ്ങളുടെ മന്ത്രിയായിരുന്നു, രാജാവായിരുന്നു. നിന്നെപ്പോലും വാർഡ് മെമ്പർ അല്ലായിരുന്നു. നീ വേണമെങ്കിൽ വേദന വിളിച്ചാൽ മതി, എന്റെ വേദന എങ്ങനെയാണ്, ഇടയ്ക്ക് ഹംക്കെന്നൊക്കെ വിളിക്കും. 18 രാജ്യങ്ങളുടെ ഭരണം കൈ പിടിച്ചിരുന്ന ആളാണ്. 18 രാജ്യങ്ങളായിരുന്നു. പിന്നെ ബോധം കണ്ട് തുറന്നു, അതാണ് നമുക്ക് പറ്റിയത്. നമുക്കിപ്പോ തോന്നണം ഓരോരുത്തർക്കും ഞാനാണ് ഇപ്പൊ വലിയത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മുസീബത്ത്, അല്ലാതെ ക്യാൻസർ ഒന്നുമല്ല. ക്യാൻസർ ഒന്നുമില്ല, ഓരോരുത്തർക്കും തോന്നുന്നു ഇവിടെ ഇപ്പൊ വലുത് ഞാനാണ്. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ക്യാൻസർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സംഘാടകർക്ക് വന്ന മൂലരെക്കാളും വലുത് ഞാനാണെന്ന്, മൂലർക്ക് വന്ന സംഘാടകരെക്കാളും വലുത് ഞാനാണെന്ന്. താഴെയിരിക്കുന്നവർക്ക് വന്ന കുറച്ച് സമയം മേലെ ഇരുന്നാൽ മതി, താഴത്തിറങ്ങി ഞങ്ങൾ തന്നെ വലുത്. ഇതൊക്കെ തന്നെ കുടുംബക്കാർക്ക് ആണ്ടോണം കൊമ്പ് കോർക്ക്, ഇതൊക്കെ തന്നെയാണ് വലിയ കാണാൻ വളരെ പ്രയാസം. അതേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. മുസ്ലിമീങ്ങൾ കുറെ ഉണ്ട്, ഖുർആൻ പറഞ്ഞ മുസ്ലിമീങ്ങൾ കുറച്ച് പേരിന് കുറെ സാധനങ്ങളുണ്ട് ഉരുത്തിങ്ങനെ വെച്ചിട്ട്. പക്ഷെ ഖുർആനിൽ പറഞ്ഞ ഔസാഫുള്ള ആൾക്കാരെ തപ്പാണെങ്കിൽ മൂക്കത്ത് വിരലിച്ചിട്ട് കൽബാണ്ട് കയറി പോയി. അതാണ് ഇന്ന് കാര്യങ്ങളൊക്കെ വഷളാവാനുള്ള കാരണം. മോഡിന് ചീത്താറിന്റെ കാര്യമില്ല. എവിടെ ഒരു മോഡി ഉണ്ട്, ആദ്യം ഇറക്കിയാക്കേണ്ട ഇവിടുത്തെ മോഡ്. എന്നാ മൂപ്പരോടുന്നുണ്ട് ഇറങ്ങും. അതാണ് ഈ ശരീരം ഒരു രാഷ്ട്ര, ശരീരം ഒരു രാഷ്ട്ര. ഈ രാഷ്ട്രത്തിലെ സുപ്രീം കോടതിയാണ് തലച്ചോറ്, ഇതിലെ പ്രധാനമന്ത്രിയാണ് കൽബ്, ഇതിലെ ഗവർണറാണ് റൂഹ്. ഇത് മൂന്നും ശരിയായാല് അവിടെയും ശരിയാവും. സുപ്രീം കോടതിയിൽ നിന്ന് ഓരോ തീരുമാനം വരുമ്പോൾ നമ്മൾ 4 ഒച്ച ഉണ്ടാക്കിയ കാര്യമില്ല, അവിടുന്ന് അതിനേക്കാളും വലിയ തീരുമാനം വരുന്നത്. ഇതാണ് സുപ്രീം കോടതി. ഇവിടുത്തെ തീരുമാനം മോശമാകുമ്പോ അവിടുത്തെ തീരുമാനം മോശമാവും, അള്ളാന്റെ പണിയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി മോശമായാൽ നമ്മളെ പ്രധാനമന്ത്രി മോശമാവും, അത് അള്ളാന്റെ പണി, അള്ളാന്റെ അദാബാണ്. ഇവിടുത്തെ ഗവർണർ മോശമായാൽ അവിടുത്തെ ഗവർണർ മോശമാവും, അത് അള്ളാന്റെ അദാബാണ്. അപ്പൊ നമ്മളിങ്ങനെ അവരെ ചീത്തറിഞ്ഞ കാര്യമില്ല. ഇത് രാഷ്ട്രമാക്കി ഇവിടെ ഉണ്ട് പ്രധാനമന്ത്രി സുപ്രീം കോടതി, ഇത് ആദ്യ ലെവലായ അവിടെ ലെവലായ. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. 18 രാജ്യങ്ങളുടെ അധിപനായ ഇബ്രാഹിം നബി അവന്റെ മാനസികമായ പരിവർത്തനത്തിന്റെ കാരണങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതിൽ ഒരു സംഭവമാണ്. ഒരിക്കൽ അവർ അടിമച്ചന്തയിൽ നിന്നൊരു അടിമച്ചെറുക്കനെ വാങ്ങിക്കൊണ്ടുവരികയാണ്. ഈ കുട്ടി സ്വാലിഹായ ഒരു കുട്ടിയാണ്. അടിമയായി ചന്തയിൽ വന്നു എന്നതൊഴിച്ചാൽ സ്വാലിഹായ മോനാണ്. കൊണ്ടുവരുന്ന സമയത്ത് ഇബ്രാഹിം നബി ആ കറുവറുത്ത കുട്ടിയോട് ചോദിച്ചു,
നീ കറുത്തവനാണ്, പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല. ഞാനില്ല എന്ന് പേരിട്ടുകൊണ്ടാ വിളിക്കേണ്ടത്. കറുത്തവൻ എന്നാണോ, അടിമ എന്നാണോ, മോനെ എന്നാണോ, എന്താ വിളിക്കേണ്ടത്? ഉടനെ തന്നെ ഈ കുട്ടി അങ്ങ് പറഞ്ഞു, നിങ്ങൾ എന്റെ യജമാനനാണ്, ഞാൻ നിങ്ങളുടെ അടിമയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, നിങ്ങൾക്ക് വിളിക്കാൻ ഇഷ്ടപ്പെട്ട പേരെന്താണോ ആ പേര് എന്നെ വിളിക്കലാ. അപ്പോഴേ ഞാൻ അടിമയാവുകയുള്ളൂ. അതാണ് എന്റെ പൊരുത്തോ. അടിമന്റെ മറുപടി ഉണ്ടല്ലോ, പുറത്തമുട്ട മറുപടി. അടിമന്റെ മറുപടി പുറത്തമുട്ട മറുപടി. നിങ്ങളെ യജമാനനാ, ഞാൻ അടിമയാണ്. അവിടെ എനിക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റൂല. അടിമയാണെങ്കിൽ നിങ്ങൾക്ക് നിന്നേരാനേ പറ്റുള്ളൂ. നിങ്ങൾ എന്താ എന്നെ വിളിക്കുന്നത്, അതാണ് എനിക്ക് പൊരുത്തം. അതിൽ ഇബ്രാഹിം മനസ്സിൽ ഇങ്ങനെ അപ്പൊ ചോദിച്ചു, എന്നാ പിന്നെ നിനക്ക് എന്ത് ഭക്ഷണ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഭക്ഷണമില്ല, നിങ്ങൾ തരുന്നത് എന്താ അതാ എന്റെ എണ്ണം, അതെനിക്ക് പൊരുത്താം. എനിക്കെന്താ കൂടുതൽ കുടിക്കാൻ ഇഷ്ടം? നിങ്ങൾ കലക്ക് വെള്ളം തരികയാണെങ്കിൽ എന്റെ ഇഷ്ടം അതാ. കാരണം നിങ്ങൾ എന്റെ യജമാനൻ, ഞാൻ അടിമയാണ്. അപ്പൊ എനിക്കൊന്നും തെരഞ്ഞെടുക്കാൻ പറ്റൂല. നിങ്ങൾ തരുന്നത് എന്റെ വെള്ളം. നിനക്ക് കൊട്ടാരത്തിലാണോ പാർക്കേണ്ടത്, പുറത്താണോ എന്ന് വെച്ചു. നിങ്ങൾ എന്നെ റോട്ടിൽ കെടുത്താണെങ്കിൽ അതാണ് എന്റെ വീട്. കാരണം നിങ്ങൾ യജമാനനാ, ഞാൻ അടിമയാണെന്ന്. അന്ന് രാത്രിയിൽ ഇബ്രാഹിം മരുതവന് ഉറക്കം കിട്ടിയില്ല. ഇബ്രാഹിം അതും ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയെന്നൊരു അധികാരമേ ആ അടിമ എന്ന പേര് വിശേഷിപ്പിക്കപ്പെടുന്ന കുട്ടിയിൽ എനിക്കുള്ളൂ. ചന്തയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിയെന്നൊരു അധികാരമേ ഉള്ളൂ. പക്ഷേ അപ്പോഴേക്ക് ഞാനെന്താ വിളിക്കുന്നത്, അതാണത്ര അവനിഷ്ടം. ഞാനെന്താണ് കൊടുക്കുന്നത്, അതാണത്ര അവനിഷ്ടം. ഞാൻ എവിടെയാ കടത്തുന്നത്, അതാണത്ര അവനിഷ്ടം. എന്നാൽ ഞാനാകുന്ന ഇബ്രാഹിമിന്റെ മേലിൽ പടച്ച തമ്പുരാനുള്ള അധികാരം അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയ അധികാരമല്ലോ. എന്നെ സൃഷ്ടിച്ചതും എന്നെ ഭരണാധികാരിയാക്കിയതും എന്റെ സകലമാന അനക്കാടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകളും നിയന്ത്രിക്കുന്നതും എന്റെ കടിഞ്ഞാണ് പിടിക്കുന്നതും റബ്ബുൽ ആലമീനായ അല്ലാഹയല്ലേ. ഇന്നുവരെ അല്ലാഹയോട് ആ അടിമക്കുട്ടിക്ക് എന്നോടുണ്ടായിരുന്ന ഒരു മനസ്സ് ഈ പൊട്ടനായ ഇബ്രാഹിമിനുണ്ടോ? അതുകൊണ്ട് കൊട്ടാരം വിടാൻ സമയമായിരിക്കുന്നു. ഈ ചിന്തയിലായി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ മന്ദമാരുതന്റെ കുളിരേറ്റുകൊണ്ട് ഇരിക്കുമ്പോ ഒരു മെലിഞ്ഞൊട്ടിയ ഫക്കീർ ആ കൊട്ടാരത്തിലേക്ക് ധൈര്യത്തോടെ പോലീസുകാരെ വകഞ്ഞു മാറ്റി അങ്ങ് കയറുകയാണ്. അവര് ചോദിച്ചു, എന്റെ ഒട്ടകം കാണുന്നില്ല. ഞാൻ ഇബ്രാഹിമിന്റെ പാട്ട് കേട്ടിട്ട് അങ്ങോട്ട് വന്നത്, അതുകൊണ്ട് ഓർമ്മയപ്പോ പറഞ്ഞ എന്റെ ഒട്ടകം എവിടെ? എന്റെ ഒട്ടകം കൊട്ടാരത്തില്ല. ആ എവിടെ ഉണ്ട്? അപ്പൊ ഇബ്രാഹിം ഇങ്ങനെ കാണാം. എന്താണ് ഒരു മെലിഞ്ഞൊട്ടിയ ഒരു സാധനം, തേട്ടിയപ്പോ ഊതിയ വീഴും, കണ്ണൊക്കെ ഉള്ളിക്ക് വലിഞ്ഞ് പൊടി കൊണ്ട് കായം പോരണ്ട ഒരു ചെറിയ ഇരിക്കൽ സാധനം. കൊട്ടാരത്തിനുള്ളിൽ ധൈര്യമായിട്ടാണ് കയറി ചോദിക്കുക, എന്റെ ഒട്ടകം ഇവിടെ. അപ്പൊ ഇബ്രാഹിം അത് ചോദിച്ചു, എന്താ എന്റെ ഒട്ടകത്തിനെ കാണാനില്ല? നിന്റെ നഷ്ടപ്പെട്ട ഒട്ടകം എന്റെ കൊട്ടാരത്തിലാണോ? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു വിട്ട ദൂതനാണ്. ചില ആൾക്കാരെ മനസ്സോർക്ക് അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇബ്രാഹിം അതും എന്റെ ഒട്ടകം എന്റെ കൊട്ടാരത്തിലാ. അപ്പൊ പറഞ്ഞു, മിസ്റ്റർ, എന്റെ നഷ്ടപ്പെട്ട ഒട്ടകം നിന്റെ കൊട്ടാരത്തിൽ കയറി തെരഞ്ഞാൽ കാണൂലെങ്കിൽ പടച്ചവനെ തെരയുന്ന പൊട്ടായി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിക്കോ, അവിടെ കിട്ടൂല. അപ്പൊ മനസ്സിലായി ഇത് കൊട്ടാരത്തിൽ ഇറക്കാൻ വേണ്ടി കയറിയ സാധനമാണ്. അവിടുന്നാണ് ആ പാട്ടുണ്ടായത്. ബലഖയിലെ ഇബ്രാഹിം അത് 18 രാജ്യം വീട്ടവർ കരിപ്പടം പുതച്ചിടുന്നേ. വലിയ മഹാനായില്ലേ, വലിയ മഹാനായി. സായിദായപ്പോ ഒരിക്കൽ വലിയൊരു മലയാളി പറഞ്ഞു ഇബ്രാഹിം നബിയോട്, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ, ഇങ്ങോട്ട് നോക്കിട്ടോ, നിങ്ങളെ സമ്മതിക്കണം. 18 രാജ്യങ്ങളും ഭരണാധികാരിയും തോഴന്മാരും തോഴിമാരൊക്കെ ഉണ്ടായിട്ട് ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ പ്രപഞ്ചത്യാഗിയായില്ലേ, സാഹിദായില്ലേ, നിങ്ങളൊക്കെ സമ്മതിക്കണം എന്ന് പറഞ്ഞു. മഹാന്മാർക്ക് 2 മണിക്കൂർ വേള വരണ്ട, 30 സെക്കൻഡ് വർത്താനം പറഞ്ഞാൽ മതി, കേൾക്കുന്നവര് നന്നാവും. ഇതിപ്പോ നമ്മളോടൊക്കെ ആണെങ്കിൽ എന്താ നമ്മൾ പറയാ, ചിരിച്ചു കൊടുക്കൂലേ? ഇബ്രാഹിം അതും പറഞ്ഞ അങ്ങനെയല്ല, ഞാനല്ല സായിദ്, നീയാണെന്ന് അറിയാം. വലിയ മുതലാളിയോട് കൊട്ടാരത്തിൽ പാർക്കണ സുഗാഡംബര ജീവിതം നയിക്കുന്ന സുഗോലുപനായ ഒരു മുതലാളിയോട് പറഞ്ഞു,
ജാഹിദ് ഞാനല്ല നീയാണ്. ശ്രദ്ധിക്കണം. ഞാൻ 18 രാജ്യങ്ങളും 18 രാജ്യങ്ങളിലെ കൊട്ടാരങ്ങളും ഈ തോഴിമാരും തോഴന്മാരൊക്കെ വലിച്ചെറിഞ്ഞ് എന്തിനാണെന്നറിയാം? യഥാർത്ഥ കൊട്ടാരവും യഥാർത്ഥ തോഴിമാരും കിട്ടാനാണ്. എനിക്ക് മനസ്സിലായി ഒന്നുമല്ല. ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൊളി ഈ കൊട്ടാരങ്ങൾ. എനിക്ക് പ്രായം കൂടും, പല്ല് പോവും, ഞാൻ മരിച്ചു. അപ്പൊ ഈ കൊട്ടാരങ്ങളൊന്നുമല്ല, സുന്ദരികളൊന്നുമല്ല, ഒക്കെ പിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോകും. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്നെന്നും കിട്ടുന്ന ഒരു കൊട്ടാരം കിട്ടണം, അതിനെന്താ മാർഗം? ഈ കൊട്ടാരത്തിൽ ഇറങ്ങിയത് പ്രായം കൂടാത്ത, ഭംഗി നഷ്ടപ്പെടാത്ത, പല്ല് പോകാത്ത, വേർപ്പില്ലാത്ത, ജലദോഷം പിടിക്കാത്ത, പന്നിപ്പനും പക്ഷിപ്പനും ഡെങ്കിപ്പനും ഇല്ലാത്ത വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള സുന്ദരികളെ കിട്ടണം. അതിനെന്താ ചെയ്യാ? ഈ സുന്ദരികൾ ഒഴിവാക്കണം എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോ യഥാർത്ഥ കൊട്ടാരത്തിന് വേണ്ടി ഞാനിത് ഒഴിവാക്കിയ. പക്ഷെ നിന്റെ കാര്യം അതല്ല. നീ യഥാർത്ഥ കൊട്ടാരം ഒഴിവാക്കിയിട്ട് ഇക്കിളി കൊട്ടാരം എടുത്ത ആളല്ലേ, താൽക്കാലിക കൊട്ടാരം കൊണ്ട് മതിയാക്കിയാലല്ലേ. അപ്പൊ ഇതാണ് വലിയ പ്രപഞ്ചത്യാഗി, ഞാനല്ല. കേട്ടപാടെ ഈ മുതലാളി അങ്ങ് തലകറങ്ങി വീഴുകയാ. അതല്ലേ ഉള്ളിന്റെ ഉള്ളിലൊരു ബോധമുണ്ട്, ബോധതല വാതായനമുണ്ട്, അത് ലോക്കായി കിടക്കുകയാണ്. അതങ്ങ് തുറന്നാലല്ലാതെ നമ്മൾ നന്നാകൂല. അകക്കണ്ണ് തുറന്നൊന്നേ നോക്കുന്നേ മൂടാ, ഉത്സാഹം വന്നാലുറങ്ങാമോ കേടാ. പകൽ കണ്ണാടച്ചാലിരുളാമോ പോട്ട, സ്വന്തം വീടിച്ചാൽ ഫജുറാമോ പൊട്ട. ശുജായി എന്ന് പറഞ്ഞ ഒരു വലിയ മഹാനുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിക്കണോ? കേട്ടിട്ടില്ലേ? ശുജായി എന്നുള്ള ആളെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടോ? ഞാൻ വെറുതെ അല്ല ഇങ്ങനെ പാട്ട് പാടുന്നു. എനിക്കൊന്നും വിഷയം തന്നിട്ടില്ല. ഓരോ സ്ഥലത്തും അള്ളഹാനോട് അവിടെ ആവശ്യമുള്ളത് പറയിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ ഇരിക്കല്, അല്ലാതെ മേട്ടർ വെക്കാനൊന്നും സമയം പോലും ഇല്ല. ശുജായി എന്ന് പറഞ്ഞാൽ വലിയൊരു കവിയായിരുന്നു. നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞുതരാം. ശുജായി വലിയ കവിയായിരുന്നു. ശുജായി ഒരു ഫത്തുൽ മുഈൻ ഉണ്ടാവും, മങ്കൂസ് മൗലൂദിന്റെ ഏടുണ്ടാവും. ഒരു ചെറിയ കീശയിലാക്കിയിട്ട് തലമച്ചിട്ട് ഇങ്ങനെ ആലുവായിന്ന് എറണാകുളത്തേക്ക് പോകും, എറണാകുളത്ത് ആലുവായിക്ക് പോയി. ശുജായി ആലുവായിന്ന് എറണാകുളത്ത് പോകും, എറണാകുളത്ത് ആലുവായിക്ക് പോയി. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ആളുകൾ ചോദിക്കും, ഉസ്താദ് എവിടുന്നാ വരണേ? അപ്പൊ പറയാം നെടിയിൽ. എവിടുന്നാ വരുന്നത് വെച്ചാൽ പറയും മമ്പുറത്ത് നിന്നാണ് വരണേ. വരണേ മമ്പുറത്ത് നിന്നല്ല, ആലുവായി. അത് കേട്ട ചിലവർ സൂഫിയാക്കളും കളവ് പറയും. അങ്ങനെയുണ്ടല്ലോ കുറച്ച് ആൾക്കാർ, വിവരമില്ലാത്ത ആൾക്കാർ. വിവരമില്ല എന്നുള്ള വിവരം ജഹല് മുറക്കുമെന്ന് അതിന് പറയാം. ജഹല് മുറക്കുമെന്ന് യക്കയിലൊരു ജഹല് മുറക്കുറങ്ങും. യക്കീന്ന് പറയുമ്പോ മന്ദിക്കലൊരു ജഹല് മുറക്കുറങ്ങും. ഏതാ? അൽ ജാസിമുൽ മുതാബിഖുലിൽ വാഖിഅ സാബിത്ത്, അത് യഖീനാണ്. എന്നാൽ അൽ ജാസിമു വൈറു മുതാബിഖിൽ വാഖിഅ സാബിത്ത്, അത് ജഹൽ മുറക്കബാ. രണ്ടുണ്ട്. ഇത്തിഖാദിലൊക്കെ പെട്ടതാണ്. അത് വിശദീകരിക്കാൻ സമയമില്ല. എന്നതുപോലെ ഞാൻ മനസ്സിലാക്കിയതന്നെയാണ് ശരി. അതിന്റെ അപ്പുറം വേറൊന്നുമില്ല എന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ലാഹു തആല അവരെ ഷർറിലൊന്നും അവരാവുന്നതിലും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അവരിൽ ചില ആൾക്കാർ പറഞ്ഞു, ഇയാൾക്ക് കളവ് പറഞ്ഞു നടക്കൽ തന്നെയാണ് പണി. സത്യത്തിൽ കളവല്ല. സൂഫിയാക്കളെ ചില ഇബാറത്തുകൾ കളവാന്ന് പെട്ടെന്ന് തോന്നിപ്പോകും, വ്യാഖ്യാനിക്കാൻ കഴിയാത്തവർക്ക്. അതുകൊണ്ടാണ് ഇബ്നു അറബിന്റെ കിതാബൊന്നും നോക്കാൻ പാടില്ല എന്ന് ഫിഖഹിന്റെ കിതാബിലുള്ളത്. പറ്റുന്ന ആൾക്കാർ നോക്കിയാൽ അവർക്ക് അതിന്റെ കാഴ്ച, അല്ലാത്തവർ നോക്കിയാലോ മെഴുകിന്റെ പല്ലുകൊണ്ട് ഇരുമ്പിന്റെ റൊട്ടി കടിച്ചത് പോലെ പല്ലാണ്ട് സംഗതി കിട്ടില്ല. എന്നിട്ട് പിന്നെ അവരെ കുറ്റപ്പെടേണ്ടി വരും. അങ്ങനെ ചില വലിയ പ്രഭാഷകന്മാരെ വിമർശിക്കലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രസംഗം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്, അത് പറയണം ഇത് പറയണം എന്നൊക്കെ പറയും. ഇന്ന് ട്രെയിനിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും, ലൈവായിട്ട് കൊടുക്കണമെങ്കിൽ ഇതൊക്കെ പറയണോ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ചില വലിയ പ്രഭാഷകന്മാർ അബദ്ധത്തിൽ പറയുന്നത് ഇബ്നു അറബി ഒന്നും ശരിയല്ല. എന്തുകൊണ്ട്? അവർക്ക് കാര്യം മനസ്സിലായില്ല. അവര് സത്യത്തിൽ മെഴുകിന്റെ പല്ലുകൊണ്ട് ഇരുമ്പിന്റെ റൊട്ടി കടിച്ചതാണ്. പക്ഷേ കുന്തം വിഴുങ്ങിയിട്ട് പിന്നെ ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഈമാൻ തെറ്റിയാണ്ട് മരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇരുമ്പൊക്കെ ഒഴുങ്ങിയിട്ട് അവസാനം ചുക്കുവെള്ളം കുടിച്ചിട്ട് 2-3 അസ്തഗ്ഫിറുള്ളാഹ് കാര്യം ഉണ്ടാവില്ല. മഹാന്മാർ ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നിങ്ങോട്ട് പറഞ്ഞു. അപ്പോ ശുജായി ഇങ്ങനെ പറയും, മമ്പുറത്ത് നിന്നാണ് വരുന്നത്. എവിടുക്കാ പോണെന്ന് വെച്ചാൽ പറയും നെടിയിരിപ്പിലാണ് പോണെന്ന്. നെടിയിരിപ്പ് എന്ന് പറഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ടിന്റെ അപ്പുറത്തുള്ള മഹല്ല. അവിടേക്കൊന്നും ശുജായി വന്നിട്ടല്ലേ. പക്ഷെ പറയല അങ്ങനെ നെടിയിരിപ്പൊക്കെ പോണെന്ന്. അപ്പൊ ആളുകൾ ചോദിക്കും, ഉസ്താൻ എന്താ വേണ്ടത്? അപ്പൊ പറയും എനിക്ക് പത്തിരിയും ചാറും വേണം. എന്ത്? പത്തിരിയും ചാറും കൊടുത്താൽ തിന്നൂല്ല.
കുടുങ്ങിയില്ലേ? നിങ്ങൾ കുടുങ്ങിയോ? നിങ്ങളും കുടുങ്ങിയോ? ഞാൻ അർത്ഥം വെച്ചേട്ടെ, ഞാൻ അതിന്റെ അർത്ഥം വെച്ചേട്ടെ. എന്താ നിങ്ങൾക്കൊന്നും തൊള്ളോർക്കാനും പറ്റൂലേ? അർത്ഥം വെച്ച് തെറ്റെന്ന് വെച്ചാൽ വേണമെങ്കിൽ ആന്നവരെ അല്ലെങ്കിൽ എല്ലാന്നവരെ. ചോറോ കഞ്ഞോന്ന് ചോദിച്ചെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചൊറിഞ്ഞിന്ന് പറയും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വെച്ചാൽ അല്ല അറിഞ്ഞ് പിന്നെ വെക്കേണ്ട ആവശ്യമില്ല. അറിയോ? എന്നാ കേട്ടോളി. എവിടുന്നാ വരുന്നേ? മമ്പുറം. എന്താണ് പറഞ്ഞത്? മൺപുറം, മണ്ണിന്റെ പുറം. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ് മുഹമ്മദ് മുസ്തഫ. ഹദീസാണ് പറഞ്ഞത്. അതാണ് സൂഫിയാക്കളെ ഇബാറത്ത്. ഹദീസാണ് പറഞ്ഞത്. മൺപുറം, മണ്ണ്. അദീം എന്ന വാക്ക് ആദം. അദീം എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ മേലുള്ള മണ്ണിനാണ് അറബിയിൽ പറയാ അദീം. അപ്പൊ ഞാൻ ഭൂമിന്റെ മേലുള്ള മണ്ണിന്ന് ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയിൽ നിന്ന് വന്ന ആദം നബി അലൈഹി സ്വലാം നിങ്ങളുടെ പോകുന്നതാണ്. എവിടുക്കാ പോണേ? നെടിയിരിപ്പ്. നെടിയിരിപ്പ് സാഹിത്യത്തിൽ വന്ന സുഖവാസ കേന്ദ്രം, അതാണ് സ്വർഗം. മണ്ണിന്ന് നീച്ചിട്ട് സ്വർഗത്തേക്കാ ഞാൻ പോണേ. എന്താ വേണ്ടത്? പത്തിരിയും ചാറും. ഒരു 2 10 20 ചാർ 1 2 3 4 4 24. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അക്ഷരങ്ങൾ 24. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എന്താ മനസ്സിലാവണേ? ഇതിന്റെ അർത്ഥമല്ല തലേക്ക് ഇത് കയറി കിട്ടുന്നുണ്ടോ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. മനസ്സിലാവുണ്ടോ? മറ്റേതിപ്പോ ഇവിടെ പോത്തിന് കെട്ടിയ പോത്തും വേള വെക്കും, കാരട്ടിച്ച് ഓടും ചെയ്യും, സൗണ്ട് കൂടിയാൽ. ഞങ്ങളെ പോത്താക്കിയതല്ല, വേള് പറഞ്ഞാൽ ഞാൻ ഡബിൾ പോത്താ, പിന്നെ എങ്ങനെ ഞങ്ങൾ പോത്താക്കുക? ഇതിങ്ങോട്ടാണ് കയറേണ്ടത്, ഇങ്ങോട്ടല്ല. ഈ സാധനം ഇങ്ങോട്ട് ഇതിന്ന് അങ്ങോട്ട് കയറിയാൽ കുറച്ച് ഇൻഫർമേഷൻ ഇങ്ങോട്ട് കിട്ടും. അപ്പൊ കയ്യും കാലും ഇളകാൻ തുടങ്ങും. അപ്പൊ അമല് തുടങ്ങും. അതാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. ഇൻഫർമേഷൻ കിട്ടി. വജിലത് ഖുലൂബുഹും. ഇളകാൻ ഇസ്തിരിപ്പെട്ടി ഓണാക്കി ലൈറ്റ് കത്തുണ്ട്, പക്ഷെ കുപ്പായത്തിന് ചൂളി നീരിനെങ്കിൽ പിന്നെ അതിനായിട്ട് ആരെങ്കിലും പെരുമാറും എന്നുപോലെ നമുക്ക് ഇങ്ങനെ പേര് ഇങ്ങനെ ലൈറ്റ് കത്തുണ്ട്. അബൂക്കറാജി, റഹ്മാനി, മുള്ളാനി എന്നൊക്കെ കുറെ ഔസാഫ് ഉണ്ട്, പക്ഷെ എപ്പോഴും ചൂട് നീരിനില്ല. കാരണം എന്താ? ട്രബിൾ ഉണ്ട്, വേറെ കണക്ഷൻ ശരിയല്ല. എന്നുപോലെ ഇവിടുന്ന് ഒരു കണക്ഷൻ ഉണ്ട് മദീനയിലേക്ക്, അത് ശരിയായിട്ടില്ല. അപ്പോഴേ സംഗതി ചൂടാവുള്ളൂ. ചൂട് ഇപ്പോഴും വന്നിട്ടില്ല, ലൈറ്റ് കത്താൻ തുടങ്ങി. ചിന്തിക്കണേ, ചിന്തിക്കണേ. 10 ചാറ് 10 20 ചാറ് 1 2 3 ചാർ. അപ്പൊ 24. അതാണ് എന്റെ റൂഹിന്റെ ഭക്ഷണം. ചിന്തിക്കണേ, ചിന്തിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് 12 അക്ഷരാണ്. അബൂബക്കർ സിദ്ദീഖ് 12 അക്ഷരാണ്. ഉമർ ഫാറൂഖ് 12 അക്ഷരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 അക്ഷരാണ്. അലി ബിൻ അബി ത്വാലിബ് 12 അക്ഷരാ. ഇതൊന്നും യാദൃശ്ചികമല്ല. റസൂലുള്ള വന്നതും റബീഉൽ 12-നാണ്. കാരണം തൗഹീദിന്റെ അക്ഷരങ്ങൾ 12 ഈ 12 അക്ഷരങ്ങളാണ് ആകാശഭൂമിയെ നിലനിർത്തുന്നത്. ലാ തഖൂമു സഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫി റിവായത്തിൻ അല്ലാഹ് അല്ലാഹ്. എന്നാൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇതാണ് ഇതിന്റെ മേൽ കിട്ടേണ്ട ഈ സാധനമാണ്. വേറൊന്നും കിട്ടി. വൽ അസ്ർ, മരിക്കുന്ന സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, എല്ലാ മനുഷ്യന്മാരും ലഫീ ഖുസ്ർ, ഈമാൻ തെറ്റിയിട്ട് പോകും. ഹുസ്ർ എന്ന് പറഞ്ഞാൽ മൂലധനം ഇളകി പോകുമ്പോഴാണ് അറബിയിൽ ഹുസ്ർ പറയാം. ലാഭം അല്ലെങ്കിൽ ഹുസ്ർ പറയില്ല. ഇറക്കിയ സമ്പത്തും പൊളിഞ്ഞോണം, അപ്പോഴേ ഹുസ്റാവുള്ളൂ. അല്ലെങ്കിൽ ഹുസ്റാണ്. മനസ്സിലായോ? 2 ലക്ഷം റുപ്യക്ക് കച്ചവടം തുടങ്ങി. ഒരു കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ ഹുസ്റില്ല. 2 ലക്ഷം നഷ്ടപ്പെടുമ്പോഴാണ് ഹുസ്റാകുക. അതെന്നെ തൈക്കീത് ഇട്ടിട്ടാണല്ലോ പറഞ്ഞത്. ഇന്ന സൈദല്ല കായ്മുൻ എന്ന. ഇനി സംശയിച്ചോനെ ഭാഷാ ഗ്രൗണ്ടിൽ ഞങ്ങൾ ചെവിടിച്ചിട്ട് പുറത്താക്കും. സൈദുൻ കായ്മുൻ എന്ന ചിലപ്പം കായ്മ അല്ലാതിരിക്കാം. ഇന്ന സൈദൻ കായ്മുൻ എന്ന് പറഞ്ഞാലും തൈക്കീതുണ്ട്, ബലം കുറവാണ്. ഇന്ന സൈദല്ല കായ്മുൻ എന്ന ഇനി സംശയിക്കാൻ പാടില്ല. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇനി സംശയിക്കരുത്. മൂലധനം ഇളകി പോയി. ആരൊഴിച്ച്? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 ഘടകങ്ങളാണ് നമ്മളിൽ ഒരുമിക്കേണ്ടത്. ഒന്ന് ഈമാനാ. എന്താണ് ഈമാൻ? ശറഉൽ അഖായിദിലേക്ക് വരൂ. അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദറൂറ. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതായ അനിഷേധമായി അറിയപ്പെട്ടതെന്തോ അത് ഈമാനാ. അത് തൊണ്ടതൊടാതെ ഖൽബിലെന്ന് രൂഢമൂലമാക്കണേ. അതിൽ സംശയം വന്നാൽ പിന്നെ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. പടച്ചവനെ കാണാനുള്ള ആധാർ ഇതാണ്.
സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് ഇനി എടുക്കൂല. ടമ്മാന്റെ അല്ലെങ്കിൽ എടുക്കൂല, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. ആരുതാണേലും എടുക്കൂല. ഉമ്മ വിളിച്ചാൽ പിന്നെ നിസ്കാരത്തിൽ ഞാൻ പിന്നെ ഫോണൊന്നും എടുക്കാത്ത ആളാണ്. കാരണം കൂടുതൽ കാറേറ്റാ വരിക. ഇപ്പൊ കുറച്ചായിട്ട് കാറേറ്റ് വരവ് നിർത്തിയതാ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് കൂടി ഉണ്ടതാണ്. ബ്ലോക്കാണ്. ഇപ്പോൾ റോഡിലൊക്കെ നിങ്ങൾ കാറേറ്റല്ല പോവാ. ബ്ലോക്ക് ഇപ്പൊ എനിക്ക് ട്രെയിനിൽ വരെ കുറച്ച് രസമായി. കാരണം നല്ല ഉറങ്ങി വരാം. കാറിൽ വരുമ്പോൾ ഡ്രൈവർ ഉറങ്ങുണ്ടോ എന്ന് നടക്കും നോക്കേണ്ടി വരും. നമുക്ക് ചിലവും കുറയും, സംഘാടകർ ചിലവും കുറയും. അപ്പൊ ഞാൻ പറയണ്ടില്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാത്ത വലിയ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഞാൻ നെല്ലറിന്റെ മേലെ തവക്കുപ്പല്ല അത്. എന്റെ വിഷയം മേറ്റർ പറഞ്ഞ് തീർക്കല്ല കേട്ടോ. ഞാൻ ഈ ഇൽമിൽ വലിയ ലദ്ദത്തുള്ള ആളാണ്. എനിക്ക് ഒരു ടെൻഷൻ വന്നാൽ എൻ്റെ കുടുംബത്തിലെ കാര്യം വെച്ചാൽ കുട്ടികൾ ബുഖാരി എടുത്തിട്ട് മുമ്പിലാണ്ട് ഇരുന്നേരും. കുട്ടികൾക്കറിയാം ദർസ് തുടങ്ങിയ ടെൻഷൻ പോകുന്ന അറിയാം. അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് ഒച്ചകളൊക്കെ ഉള്ളു. അത് നിങ്ങളെ ചീത്ത അറിയൊന്നല്ല, എൻ്റെ ഒരു ഹാലാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇതങ്ങനെ തലേ കയറണം മുമ്മിനെ. ഈ 4 കാര്യങ്ങൾ വേണം. 5 ഔസാഫുള്ളവനെ ഇന്നമറ്റിട്ടാ പറയണേ. ഇൻഹിസാർ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. ഓണായി എന്നുള്ള തെളിവ് 1 വജിലത്ത് ഖുലൂബുഹും 1, 2 വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തും ഈമാന 2, 3 വഅലാ റബ്ബിഹിം തവക്കലൂൻ 4 അല്ലദീന യുഖീമൂന സ്വലാ 5 വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇത് 5 എണ്ണവും തപ്പിക്കോളി. ഇല്ലെങ്കിൽ വേറെ ശരിയാക്കാൻ നോക്കിക്കോളി. വേറെ ഇതല്ല, ഈ വേറെ അല്ല. ഇപ്പൊ എല്ലാവർക്കും റെഡിയാണ്. അതല്ല, ഒരു കണക്ഷൻ ഉണ്ട്, അത് ശരിയാക്കാം. മറ്റേ വേറെ ശരിയാക്കാം. കാരണം പലരും ഇപ്പൊ മടിയൊക്കെ വേറെ തെച്ചിട്ടായിരിക്കണത്. അതല്ല, തൗഹീദിന്റെ ഒരു വേറെ കണക്ഷൻ വിട്ടിട്ടുണ്ടാവും. തൗഹീദിന്റെ വേറെ കണക്ഷൻ വിട്ടാൽ ഈ 5 ഔസാഫ് വരൂല. ഒന്ന് കേട്ടോളൂ, അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടാൽ മനസ്സിൽ അതിന്റെ അലയൊലി ഉണ്ടാവും. ബാങ്ക് കൊടുത്ത അലിയാര് വറക്കുന്നതാണ്. മുഖം ഇങ്ങനെ മാറും. അപ്പൊ എന്തേന്ന് ആരെ പേരടാ പറയണ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അലിയാര് മുഖം ഇങ്ങനെ അതിന്റെ അടയാളം വരുന്നു. കിസ്റാവിറക്കും കൈസറും പണിക്കുന്നതാണ്. മിസ്റിൽ മൗഖൗഖൈസ് കേട്ടുടഞ്ഞെത്തുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ഉമറുൽ ഫാറൂഖ് ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പൊ ഒരു പൊരയുന്ന സൂറത്ത് തൂർ പാരായണം ചെയ്യുന്നു. ഇന്ന അദാബ റബ്ബിക ലവാഖ്. 2 തേക്കീദാ. ഇന്ന ലവാഖ്, ലാമും തേക്കീദ്, ഇന്നും തേക്കീദ്. ഈ 2 തേക്കീദിനിടയിൽ പടച്ചവന്റെ അദാബ് കൈകാര്യം ചെയ്യുന്ന ഭാഷ, കലാമ് മുഖത്താവിന്റെ വീട്ടിലാണ്ട് കേട്ടപ്പോ ധീരതയുടെ പര്യായമായിരുന്നു മുഖത്താവ്. ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് തലന്റെ ബാലൻസ് പോയിട്ട് മോഹാലസ്യപ്പെട്ടിട്ട് അടിക്ക് വീണ് മൂക്കങ്ങണ്ട് പാറമ കുത്തി. 1 മാസം പൊരയിൽ ജമാഅത്തിന് പോലും പോകാൻ കഴിയാതെ മൂക്ക് പൊട്ടിയിട്ട് രോഗിയായിട്ട് കിടക്കുകയാണ്. ജമാഅത്തിൽ പങ്കെടുത്ത ആൾക്കാർ മുഖത്താവിനെ സന്ദർശിച്ചിട്ടായിരുന്നു പൊരയിൽ പോയിരുന്നത്. കാരണം എന്താ? ഒരായത്തിന്റെ ചെറിയ കഷ്ണം കേട്ടതാ. ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണുപോയി. എന്തേ കാരണം? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ ദർസ് എടുത്തായിരുന്നു. ഇതെന്നോട് നിങ്ങളെ കാളി, എന്റെ അഭിവന്ദനായ മുർഷിദ് മഹാനായ ഷെയ്ഖുൽ ജാമിഅ അലികുട്ടി ഉസ്താദ്, ഞാനും അലികുട്ടി ഉസ്താദ് എന്റെ വണ്ടിയിൽ എന്റെ പ്രഭാഷണം ഉദ്ഘാടനം അലികുട്ടി ഉസ്താദ് എന്ന സമയത്ത് പോകുമ്പോ എന്നോട് വണ്ടി നേരെ പറഞ്ഞതാണ് സനദ് മുത്തസില. അന്ന് അലികുട്ടി ഉസ്താദ് അവിടെ ഓതി പഠിക്കുന്ന ആളാണ് ജാമിയയിൽ. ഷെയ്ഖുന വലിയുള്ളാഹി ശംസുൽ ഉലമ ബുഖാരി ദർസിനിടയിൽ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ ആ ആയത്ത് ചർച്ചയിൽ വന്നു. ആ ആയത്ത് ഓതിയിട്ട് പിന്നെ വലിയുള്ളാഹി ശംസുൽ ഉലമ ഒന്നും ഉണ്ടെന്നില്ല, കണ്ണടച്ചാണ്ട്. അപ്പൊ കുട്ടികൾക്ക് തോന്നി ചില ആയത്തും ഹദീസ് ഓതിയാൽ ശംസുൽ ഒന്ന് കണ്ണടക്കാറുണ്ട്. കണ്ണടച്ചിട്ട് പിന്നെ തുറന്ന് പറയുമ്പോൾ ഒരു കിതാബിൽ നോക്കിയാൽ പെട്ടെന്ന് കാണാത്ത വല്ലാത്ത വിഷയങ്ങൾ. ഇതാ ശംസുൽ മനീഷ്യനല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉസ്താദ് ഇവിടെ ഉണ്ട്, ചോദിച്ചു നോക്കി. ഇങ്ങനെ താത്തും ചെയ്യും, പറയും ചെയ്യും. നമുക്കൊക്കെ ശംസുൽ മനിയെ വഫാത്തിന് ശേഷമാണ് റൂഹിയായിട്ട് ബന്ധപ്പെടാൻ പറ്റിയത്. ജീവിതകാലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന നിലക്കാണ് കണ്ടത്. ശംസുൽ മാലിക്ക് ശരിക്കും കണ്ടത് വഫാത്തിന് ശേഷമാണ്. അല്ലാഹു തആല അവരെ മദദ് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ ചിന്തിക്കണേ. അപ്പൊ അങ്ങനെ ആയിരിക്കും ആഴമേറിയ ചിന്തയിലേക്ക്, ആഴമേറിയ ഉപഹാരങ്ങൾ, ആധ്യാത്മികമായ ഉപഹാരങ്ങൾ പെറുക്കിയെടുക്കാൻ വേണ്ടി റൂഹ് കൊണ്ട് ഊളാങ്കൂളി ഇട്ടതായിരിക്കുന്ന കുട്ടികൾ കരുതിയത്.
പക്ഷേ ശംസുൽ ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ പോലെ ബുഖാരി ഷരീഫിന് മുമ്പിൽ ഇരുന്നിട്ട് ഈ താടി നീണ്ട പണ്ഡിതൻ പൊട്ടി പൊട്ടി കരയാൻ. അലിക്കുട്ടി സാവരെ ഞങ്ങളൊക്കെ വിറച്ചുപോയി. എന്തേ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആ യറഹു എന്നുള്ളതുണ്ടല്ലോ, അള്ളാഹ് പറയുന്നത്. അണുമണി തൂക്കാൻ നന്മയാണെങ്കിൽ കാണോടെ, തിന്മയാണെങ്കിൽ കാണോടെ. ഇത് അള്ളാന്റെ ഒരു താക്കീതാണ്. ശംസുലും അപ്പോഴേക്ക് അള്ളാന്റെ ആ പ്രഖ്യാപനത്തിന് മുമ്പിൽ വജിലത്തു ഖുലൂബുഹും, ഹൃദയം അങ്ങ് ഇൻകിസാറായി പൊട്ടിപ്പോയി. പിന്നെ നിയന്ത്രണം വിട്ടുകൊണ്ട് ഏങ്ങലടിച്ച് കരയുകയാണ്. അള്ളാഹു ഒരു ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തട്ടെ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. ഇത് സിദ്ദീഖുൽ അക്ബർ വഫാത്തായ മാസമാണ്. ഒന്ന് ഓർക്കട്ടെ, ഈ പഴയ കാലത്തൊക്കെ 4 ആള് കൂടി ആ ചിന്തയും ചർച്ചയും മൊത്തം ആഹ്റായിരുന്നു. ഒന്നോ ഒരു കല്യാണ പേരയിൽ ഒക്കെ പിത്തനും ബസ്. ചിലൊരു വലിയ പിത്തന്റെ പാക്കറ്റ് വെക്കണ്ട, മറ്റൊരു ചെറിയ പിത്തന്റെ പാക്കറ്റ്. നിസ്കാരത്താകുമ്പോഴുള്ളവരെ കയ്യിലും പിത്തന്റെ പാക്കറ്റ് ആക്കിട്ടാ. എന്നാ പോയിട്ട് പള്ളിയിൽ പോയിട്ട് ഹയ്യാല സലാം 4 വരുത്തും ചെയ്യും, കണ്ടു വരും ചെയ്യും. മുമ്പ് അങ്ങനെയല്ല, 4 ആള് കൂടിയ ചർച്ച മൊത്തം ആഹ്റായിരുന്നു. കേട്ടോളൂ, സിദ്ദീഖുൽ അക്ബർ, ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലിയാരും കൂടി സ്ഥലത്ത് ഒരുമിച്ച് കൂടാണ്. സിദ്ദീഖാണ്ട് കരയാൻ തുടങ്ങി, പൊട്ടിയാണ് കരഞ്ഞത്. അപ്പൊ ഉമറുൽ ഫാറൂഖ് ചോദിച്ചു, എന്തേ അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ കരയണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അൽ മൗതു ആബുൻ ഫകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഹരി ബഅദൽ മൗതി മദ്ദാറു. ഉമറേ, മരിക്കേണ്ടിരുന്ന ഉറപ്പാണ്. അൽ മൗത്തു, മരണം, ബാബുൻ, ഒരു വാതിലാണ്. കുല്ലു നാസി ദാഖിലു, എല്ലാ മനുഷ്യന്മാരേക്ക് കയറുന്നു. എനിക്ക് ഉറപ്പാണ്. യാ ലൈത ശഹരി ബഅദൽ മൗതി മദ്ദാർ. എന്റെ വിഷയം അതല്ലോ ഉമറേ, മരിച്ചപ്പോ എവിടെ ഞാൻ കിടക്കുക? പേടിയണ്ടില്ല. ആരാണത്? സ്വർഗത്തിന്റെ താക്കോല് കൈവെള്ളയിൽ വെച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. സിദ്ദീഖുൽ അക്ബർ റസൂലുള്ള വലത്തെ കൈ സിദ്ദീഖുൽ അക്ബറിന്റെ തോളാണ്ട് ഇട്ടു. അപ്പൊ ഉണ്ട് ഉമറുൽ ഫാറൂഖ് ഇങ്ങനെ നോക്കണം, ഒരു വായത്തിലുണ്ട്. അപ്പൊ ഉമർ ഫാറൂഖിനോട് ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ 2 ആളെ കയ്യിലും വലത്തെ കൈയാണ്ട് ഇട്ടു തോളില്. ഉസ്മാൻ അള്ളാൻ അടുത്തുണ്ട്, ഇങ്ങോട്ട് മാറി. ഇടത്തെ കൈ ഉസ്മാൻ അള്ളാൻ തോളിലിട്ടു. ഒരു വായത്തിൽ അലിയാരുണ്ട്, ഇങ്ങോട്ട് വന്നു. അലിയാർ എങ്ങനെയാണ് പിടിച്ചെന്നിട്ടോ, നമ്മൾ സ്വർഗത്ത് പോലെ ഇങ്ങനെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഇങ്ങനെയാണ് സ്വർഗത്ത് പോകാറ്. എന്നിട്ടാണ് സിദ്ദീഖുൽ അക്ബർ ഇങ്ങനെ പറഞ്ഞു കരയണത്, യാ ലൈത ശഅരി ബഅദൽ മൗതി മദ്ദാർ. ഉമറേ, എന്റെ വേജാറ് മരിക്കുന്നുള്ള ഉറപ്പാണ്. അതിന്റെ ശേഷം എവിടെ ആയിരിക്കും ഇപ്പൊ അബൂബക്കർ എന്ന് ചിന്തിച്ചിട്ടാണ് ഉറക്കം പോണത്. അപ്പൊ ഉമറുൽ ഫാറൂഖ് എല്ലാവരും നിമിഷ കവികളായിരുന്നു. കവിതയിലൂടെ മറുപടി പറഞ്ഞു. എന്താ അറിയോ? الدار دار نعيم إن عملت بما يرضي الإله وإن خالفت فالنار. നിങ്ങൾ എന്തിനാ ബേജാറാണ് അബൂബക്കറെ? റസൂലുള്ള പറഞ്ഞല്ലേ, ഇതൊന്നുമല്ല അപ്പൊ പറഞ്ഞത്. അദ്ദാറു, മരണശേഷമുള്ള പോരാ, ദാറു നഈമിൻ, അനുഗ്രഹത്തിന്റെ കേദാരായ സ്വർഗാണ്. എപ്പോ? നിങ്ങൾ അമൽ ചെയ്താൽ, ബിമാ ഓർന്നുകൊണ്ട്, യുർലിലില, പടച്ചോനെ തൃപ്തിപ്പെടുത്തുന്ന അമൽ നിങ്ങൾ ഒപ്പിച്ചാൽ സ്വർഗം തന്നെയാണ്. وإن خالفت അള്ളാഹ്ക്കെതിരെയാണ് നിങ്ങളുടെ മുന്നേറ്റമെങ്കിൽ സിദ്ദീഖേ പിന്നെ പോരെ, നരകം കാത്താ മതി. അത് സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞല്ല, നമ്മളോട് പറഞ്ഞതാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ കരച്ചിലാണ്ട് കനം കൂടി. ഉറപ്പല്ലേ സമാധാനം ഉണ്ടാവൂന്ന്. അപ്പൊ അപ്പുറത്തുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ 2 വരി അടിച്ചു കൊടുത്തു. هما داران ما للمرء غيرهما فاختر لنفسك يا دار تختار. هما സ്വർഗവും നരകവുമാണ്. ദാറാ, മരിച്ചു ചെന്നാലുള്ള 2 വീട്, ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. അല്ലാഹു ആ സ്വർഗസ്ഥരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.
ഉമ്മമാരെ, പഴയകാലത്ത് ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചുടുഭാഷ്പം അതാ കവിൾത്തടങ്ങളിൽ നിന്ന് മുഖമക്കണ കൊണ്ട് തുറച്ചു മാറ്റി പഴയകാല ഉമ്മമാര് പൊട്ടിക്കരഞ്ഞിരുന്നത് ഭക്തനിർഭരമായ പ്രാർത്ഥന പാട്ട് പാടിക്കൊണ്ടാണ്. فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അല്ലാഹു ആ സ്വർഗ്ഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതാ അബു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുകയാണ്, മരിച്ചാൽ പിന്നെ രണ്ട് വീടേ ഉള്ളൂ, ഒന്നുകിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗ്ഗമാണ്. ഫഖ്തർ ലിനഫ്സിക, നിന്റെ ശരീരത്തിന് വേണ്ടി നീ തന്നെ സെലക്ട് ചെയ്തോ. അയ്യദ്ദാരി തഖ്താറോ, ഏത് വീടാണ് നീ സെലക്ട് ചെയ്യുന്നത് എന്ന് നീ തീരുമാനിച്ചോ. മരിച്ചാൽ രണ്ടാലും വരിയിലേ പോകുള്ളൂ, ഉറപ്പാണ്. അതുകൊണ്ട് ഏത് വരിക്കാ പോകേണ്ടതെന്ന് തീരുമാനിച്ചു പോയിക്കോളി. സുബ്ഹാനല്ലാഹ്, ഇതിന്നും സമാധാനമില്ല. ഇതൊക്കെ സിദ്ദീഖിലൊക്കെ കരച്ചിൽ വർദ്ധിപ്പിക്കാണ്. അപ്പൊ അലിയാരതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ട് വരിയാണ്ട് അടിച്ചു കൊടുത്തു, അപ്പോഴേ സമാധാനമായത്. ആ പാട്ടൊന്ന് പാടി തെറ്റേ, അതവിടെ ചേർത്തേ. എനിക്കാകെ സമാധാനം ആ രണ്ട് വരി കേട്ടപ്പോഴാ. ആ കേട്ടോളൂ. മാലിൽ ഉനാസി സിവൽ ഫിർദൗസി മൻസിലതു വഇൻ ഹഫൗ ഹഫവത ഫറബ്ബു ഗഫാറു മൗലായ സല്ലി വസ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മാലിൽ ഉനാസി, മനുഷ്യന്മാർക്ക് പറ്റൂല. സിവൽ ഫിർദൗസി മൻസില, ഫിർദൗസ് അല്ലാതെ വേറെ ഏത് പോരപ്പോ നമുക്കുള്ളത് അതേ പറ്റുള്ളൂ. ജന്നത്ത് എന്നല്ല, ഫിർദൗസിലാ മുത്തനബി ഉള്ളത്. അതുകൊണ്ടാ പറഞ്ഞത് ഇൻ തസ്അലുല്ലാഹൽ ജന്നത ഫസ്അലുൽ ഫിർദൗസ മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ ഹരീസുൻ അലൈക്കും അനിത്തും ഹരീസുൻ ബിൽ മുഅ്മിനീൻ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മൾ സാധാരണ ദൂരത്തൊക്കെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ മക്കളും ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരേ കമ്പാർട്ട്മെന്റിലല്ലേ ഇരിക്കാം, അല്ലേ? അങ്ങനെയല്ലേ ടിക്കറ്റ് എടുക്കുക, അല്ലേ? നിങ്ങൾ ടിക്ക് കൊണ്ടുപോയിടലുണ്ടോ? ഇല്ല, ഒറ്റതില്ല. കാരണം എന്താ, സ്റ്റേഷൻ ഇറങ്ങിയാൽ കാണുന്നുള്ളത് ശരിയാണ്, പക്ഷേ പോരാ, പോകുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. റസൂലുള്ളാഹിന്റെ ഒരു ആഗ്രഹം നോക്കുങ്ങൾ, ഇൻ തസ്അലുല്ലാഹൽ ജന്നത ഫസ്അലുൽ ഫിർദൗസ. ഉമ്മത്തെ സ്വർഗ്ഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിച്ചോളി. കാരണം അവിടെ ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണുന്നു കണ്ടിരിക്കുക. മറ്റേ ലിഫ്റ്റ് കയറിയിട്ട് ഇറക്കി കണ്ടിറങ്ങേണ്ടി വരും. അതാണ് അലിയാര് പറഞ്ഞത്, മനുഷ്യന്മാര് കയറേണ്ടത് ഫിർദൗസിലാണ്. എന്നിട്ട് അലിയാർ അവിടെ നിന്ന് കൂട്ടിച്ചേർത്തു, വൈൻ ഹഫൗ ഹഫ്വതൻ. സാരില്ല, വല്ലതൊക്കെ സംഭവിച്ചാൽ ഉറപ്പല്ല. മനുഷ്യരല്ല, മലക്കളൊന്നല്ലല്ലോ, സംഭവിക്കുന്ന ഉറപ്പല്ലേ. നമ്മൾ അമ്പിയാക്കളും അല്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ മുബാലകത്തിട്ടാ പറഞ്ഞേ, അല്ല നന്നായിട്ട് പുറത്തേരുന്ന ആളാണ്, ഒരു പേടിയും പേടിക്കണ്ട. നമ്മളൊക്കെ ചെയ്ത് അള്ളാഹുത്തല പുറത്തേറ്റ്. നിങ്ങൾ ആമീൻ പറയാത്ത, നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും എനിക്ക് വേണ്ടി ഒന്ന് ആമീൻ പറഞ്ഞാളി. അള്ളാഹുത്തല നമ്മളൊക്കെ ചെയ്തു കൂട്ടിയെ പുറത്തേറ്റ്. പുറത്തെന്നാ പോരട്ടാ, പുറത്തുനിന്ന് പോരാ, പുറത്തുനിന്ന് പോരാ. അള്ളാഹ്ക്ക് മാത്രം പറ്റുന്ന ഒരു സംഗതി ഉണ്ട്. എന്താ അറിയോ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. പുറത്തേരല്ല, തിന്മകളെ നന്മയായിട്ട് രേഖപ്പെടുത്തുക. തൗബന്റെ ഊക്കുണ്ട്, ആ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ പെടുത്തട്ടെ. എന്ന് പറഞ്ഞാൽ കുറെ ഹറാമുകളൊക്കെ ചെയ്യാം. ഒരു സമയമാണ്ട് ബോധം കിട്ടി പടച്ചോനേന്ന് പറഞ്ഞ് നിലവിളിയും കൂടി അള്ള സ്വീകരിച്ചാലുള്ള ലക്ഷണം എന്താ പറയുക? അള്ള പറയും, ആ ചങ്ങായി കള്ളുടിച്ചും വ്യഭിചരിച്ചൊക്കെ നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്ട് എഴുതി കൊടുത്തിട്ടാണ് കഴിച്ചിലാക്കില്ലേ. ഇത് കേട്ടിട്ട് ആരെങ്കിലും കുടിക്കാൻ പോയാല് അല്ല, അങ്ങനെ ഒരായത്തുണ്ടോ? നേരത്തെ വേള കേട്ടിട്ടില്ലോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കുടിക്കാൻ പോയ നിങ്ങൾ ആ പട്ടികയിൽ ഉറപ്പായിട്ടും പെട്ടില്ല കേട്ടോ. ഇത് അള്ളാന്റെ റഹ്മത്ത് പറയുമ്പോ സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് ഖിയാമത്ത് അടയാളാണ് കള്ളുടി വർദ്ധിക്കാൻ പറഞ്ഞപ്പോ ഒരു നാട്ടിൽ നിന്ന് കുട്ടികളെ കൊടി ഒഴിവാക്കാൻ തീരുമാനിച്ചവർ കുടിക്കാൻ തുടങ്ങിയതാണ്. ചോദിച്ചപ്പോ പറഞ്ഞാലോ, ഉസ്താദെ അടയാളല്ലെങ്കിൽ ഖിയാമത്ത് സംഭവിക്കില്ലല്ലോ, അപ്പൊ അള്ളഹാനോട് പരമാവധി സഹകരിച്ചു കൊടുക്കാൻ. മനസ്സിലായില്ലേ? എന്ന പോലെ ചില സൈഡ് എഫക്ട് ഉണ്ടാകാറുണ്ട്. അത് ഈ ഇഫ്രീത്തിന്റെ പണിയാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് അള്ളാന്റെ റഹ്മത്ത് പറയുമ്പോ ഖുർആനാണിത്, ഖുർആനാണ്. ആയത്ത് ലൈഫുണ്ടോ നോക്കാൻ നിൽക്കണ്ട, ഖുർആനാണ്. ഹദീസ് ആണെങ്കിൽ ലൈഫാണോ സഹിയാണോ നോക്കണേൽ അടുത്തുണ്ട്. ആയത്തിൽ ലൈഫ്, എന്റെ തലയിൽ ലൈഫ്, ഇത് ഖുർആനാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് സംഭവം തിരിച്ചിട്ടുണ്ട്.
ഇതിന് സഹായകമായിട്ട് എന്താ അറിയോ, ഒരിക്കലും ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് ഒരു ചെറുപ്പക്കാര് കള്ളിന്റെ കുപ്പി പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ അരിയിൽ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അപ്പുറത്ത് ഉമർ ഖത്താബ് കണ്ടുവരുന്നുണ്ട്, ഉമർ ഖത്താബ് അവിടുന്ന് കണ്ടുവരുന്നുണ്ട്, ചെറുപ്പക്കാരൻ പെടുന്ന അങ്ങോട്ട് കണ്ടാ തല പോകുന്ന ഉറപ്പാ. പേടിച്ചണ്ട് പറിച്ചു. ഉമർ ഖത്താബ് വെച്ചു, ഞാൻ കണ്ടു, എന്താണ് മടിയില്? എന്താ മടിയിൽ എന്നാ ചോദിക്കണത്? പൊന്തി കാണണ്ടേ? പേടിച്ചു. ഖാലിക്കിനെ അല്ല പേടിച്ചത്, ഖൽക്കിനെയാണ്. അതും കൂടി ചിന്തിക്കണം അവിടെ. ഖാലിക്കിനെ അല്ല പേടിച്ചത്, ഖൽക്കിനെ. മുഖത്താവ് ഖൽക്കാണ്. പേടിച്ചിട്ട് മൂപ്പര് മനസ്സുകൊണ്ടൊരു തൗബ, ഇനി ഞാൻ കുടിക്കൂല റബ്ബേ, ഉമറിന്റെ മുമ്പ് നിന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. മനസ്സുകൊണ്ടാണ് മൂപ്പര് ഊരിക്കി. തൗബ എന്ന് പറഞ്ഞാൽ അതല്ലോ. നമ്മളെ തൗബ 26 അത് വെള്ളിയാഴ്ച ആണെങ്കിൽ കൊശിയായി. അപ്പൊ ഉണ്ടാവും മീറാബിനുള്ളിൽ ഖത്തീബാണ് നിൽക്കും, മുക്രിന്റെ അനൗൺസ്, ആരും പോവല്ലേ തൗബണ്ട്. അപ്പൊ ഷവ്വാൽ 1 സിനിമ ആണ് ആഗ്രഹിച്ച അദ്രാമാണ്ടാവും, ഓതങ്കർക്ക് പായിട്ടിട്ടാണ്ടിരിക്കും തൗബണ്ട്. ഷവ്വാൽ 2 ഗാനമേള നടത്താൻ തീരുമാനിച്ച അബ്ദുല്ലാജി ഉണ്ടാവും, മൂപ്പര് അവിടെ ഇരിക്കും തോബി കൂടാൻ പോയിട്ട്. ഇവരൊക്കെ പെരുന്നാളായ തമ്മാടിത്തരത്തിന് തീരുമാനം എടുത്തോരാ, അവരാണ് അവതങ്കർക്ക് ഇരിക്കുന്നത് പേപ്പർ പിരിച്ചിട്ട്. അതില് ഖത്തീബാണ്ട് മീറാബിനുള്ളിൽ നിന്നിട്ട് എക്കോമായി കണ്ട് ഉറക്കും. എന്നിട്ട് ഒന്ന് മുട്ടി നോക്കും, ശരിയല്ല തോബക്കാണ്. ഹലോ 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 എക്കോയി, ശരി. എന്നിട്ടാണ് കൈ വന്നിച്ചു, എല്ലാരും പൊന്തിച്ചോടി. അപ്പൊ മുക്കറി പൊന്തിക്കേടാ, ആകാശം പഠിച്ചോനെ. അപ്പൊ ആരും കൊണ്ടില്ല, പറഞ്ഞോടി. അപ്പൊ എല്ലാരും കൂടി ആകാശം പഠിച്ചോനെ, ഭൂമി പഠിച്ചോനെ, ഭൂമി പഠിച്ചോനെ, ചെയ്തതും പറഞ്ഞതും പൊറുക്കട്ടെ. കേട്ടാലും കൂടി ആമീൻ കിട്ടട്ടെ. അതിനിടയ്ക്ക് പുറത്തുനിന്ന് പടക്കം പൊട്ടി അപ്പോഴും പറയാം ആമീൻ. അപ്പൊ എല്ലാരും സ്വർഗത്തിലായി, കാലേരടിഞ്ഞ് പിരിഞ്ഞു പോയിക്കൊള്ളി. അതിന്റെ അർത്ഥം ടേന്ന് പൊട്ടിക്കരുതെന്നോ 26 തൗബ ചെയ്യണ്ടെന്നൊന്നല്ല. തൗബ എന്ന് പറഞ്ഞാല് ഇതൊക്കെ ചെയ്തോളിന്നല്ല. തൗബ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം തന്നെ എന്താ? പശ്ചാത്താപം. എന്താ താപം എന്ന് പറഞ്ഞാൽ ചൂടിനാ പറയാ. സൂര്യ താപം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യന്റെ ഉള്ളിൽ നിന്ന് ടേന്ന് പൊട്ടുന്ന. സൂര്യതാപം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഉള്ളിൽ നിന്ന് പൊട്ടുന്ന അല്ല, ചൂടിനാണ് പറയാ. കൽബിൽ കയറുന്ന ചൂടിനാ മോനെ തൗബ എന്ന് പറയാ. അതാണ്. ഇയാള് സത്യത്തല്ല, അള്ളാനല്ലേ പേടിച്ചത് ഉമർ ഫാറൂഖിനെ. പക്ഷെ ചൂട് അങ്ങോട്ട് കയറി. എന്നിട്ട് അള്ളാഹ്ക്കാണ് കണക്ഷൻ കൊടുത്തത്. ഹൽക്കിനെ പേടിച്ചിട്ട് കണക്ഷൻ അങ്ങോട്ട് കൊടുത്തു. അത് ക്ലിക്കായി. ഇയാള് പറഞ്ഞു, പഠിച്ചോനെ ഉമ്മർ മുമ്പിൽ എന്നെ വഷളാക്കല്ല റബ്ബേ, പഠിച്ചോനെ ഇനി ഞാൻ ചെയ്യൂല, കുടിക്കൂല. നമ്മൾ ഖത്താബ് എന്താ തൊള്ളോണ്ട് പറയണം കൂടില്ല. തൊള്ളോണ്ട് പറഞ്ഞ മുഖത്ത് അപ്പത്തന്നെ അടിക്കൂലേ? ഞമ്മക്കിപ്പോ തോപാണെങ്കിൽ പൊട്ടിക്കണല്ലോ, ഠീൻ ഠീൻ അറിയണ്ടേ. തൊള്ളോണ്ട് മുണ്ടണല്ലോ, കൽബിലാണ്ട് വെച്ചു. മുഖത്താബിന്റെ മുമ്പിൽ എന്നെ വഷളാക്കല്ല റബ്ബേ, ഞാൻ കുടിക്കൂല അല്ലാ. അപ്പൊ നമ്മൾ ഖത്താബ് എന്താടാ മടിയില്? ഇയാൾ പറഞ്ഞു സുർക്കേണെന്ന് പറഞ്ഞു. കരുന്നോണ സുർക്കേണെന്ന്, കള്ളിന്റെ കുപ്പി. നമ്മൾ ഖത്താബ് എടുത്തു നോക്കുമ്പോ സുർക്കായി. ഈ കള്ള് സുർക്കാക്കിയതാരാ? അങ്ങനെ അള്ളാഹു തആല വ്യഭിചാര നിസ്കാരാക്കി മാറ്റി തരും എന്നാണ് പറയുന്നത് അർത്ഥം. അത് ഈസി ആയിട്ട് അള്ളാഹ് കാണിച്ചു കൊടുത്ത് മാനവിയായിട്ടും അങ്ങനെ ആക്കി തരുന്നതാണ് അർത്ഥം. തൗബ തൗബായ. ഞാന് ഈടെ അടുത്ത് എന്നോട് ട്രെയിനിൽ ഒരു ഉസ്താദ് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഞങ്ങളോട് പറഞ്ഞേറ്റെ. നല്ല ചിന്തിക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു സംഭവമാണ്. പറഞ്ഞേറ്റെ. നമുക്ക് നേരം വൈകി, എന്നാൽ എനിക്ക് അതിനേക്കാളും വൈകിട്ടുണ്ട്. കാരണം എനിക്ക് നാളെ ഇത്ര ഈ 300 കിലോമീറ്റർ യാത്ര അങ്ങോട്ട് ചെയ്തിട്ട് നാളെ സുബഹിക്ക് എനിക്ക് പ്രസംഗിച്ചു രാത്രി. അപ്പൊ നിങ്ങൾക്ക് മടുത്ത അപ്പ സഡൻ ബ്രേക്ക് ഇടും. മടുത്തോ? എന്നത് കേട്ടോളി. ഇവിടെ എല്ലാരും തുറന്നിച്ചോളി. ഇതാണ് പഞ്ഞിട്ട് പൂട്ടിക്കളി. പഞ്ഞില്ലെങ്കിൽ വണ്ടിന്റെ ചാകാണ്ട് ഉള്ളിൽ കിട്ടിച്ചോളി. കാരണം ഇതെനിക്ക് ആവശ്യമില്ല, ഒരാവശ്യമില്ല. എന്താണ് അങ്ങനെ സാധനം അങ്ങനെ കയറി വെച്ചിരുന്നത്? ഇതാണ് പൂട്ടിക്കളി. ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫമൻ കാന ഫീ ഹാദി അഅമ ഫഫിൽ ആഖിറതി അഅമ. ഏതാണ് അഅമ? ഇവിടുത്തെ കണ്ണൊട്ട നാളെ മാശറിയിൽ പാത്രം പിടിച്ചിട്ട് ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാട്ടടി വരുന്ന അതിന്റെ അർത്ഥം. ഖുർആനിലെ അഅമ സ്വമ്മ ബസർ ഇതൊക്കെ പറഞ്ഞാല് ഉമ്മിയുൻ എന്താണ് ആയത്ത്? സുമ്മുൻ ബുക്കുമുൻ ഉമ്മിയുൻ. എന്താണ് അത്? ആരെ കുറിച്ചാണ് പറഞ്ഞത്? നമ്മളെ കുറിച്ചാണ് പറഞ്ഞത്. യഥാർത്ഥ കണ്ണോട്ടം പാലം കടക്കും, നമ്മള് യഥാർത്ഥ കണ്ണോട്ടം മുത്തക്കാണെങ്കിൽ പാലം കിടക്കും. ഓനെ കണ്ണോട്ടം എന്ന് വിളിച്ച് നമ്മൾ കണ്ണ് കാണാതെ അവിടെ കുടുങ്ങി കിടക്കും ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ അടുത്ത് ദമാമിൽ സംഭവിച്ചൊരു കാര്യം പറയാൻ പോവാണ്. പറയട്ടെ. ദമാമിന്റെ തൊട്ടടുത്താണ് ബഹ്റൈൻ. ഇത് ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കരുത്. ഇതിപ്പോ 2-3 മാസം മുമ്പ് സംഭവിച്ചാണ്. കാരണം ഞാൻ നിങ്ങളുള്ളത് ബുഖാരിയിൽ ഇല്ലല്ലോ. ഉണ്ടോ? അതിന്റെ അർത്ഥം നമ്മളില്ലാന്ന് അതിന്റെ അർത്ഥം.
അങ്ങനെ ഒക്കെ അനങ്ങിയ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ഈ ചോദിക്കുന്ന ആളുണ്ടെന്ന് ബുഖാരിയിലില്ല, അതിനകത്ത് വലിയ ഓരോന്നിനും തെളിവ് അതാത് വിഷയങ്ങളാണ്. ഇതിന്റെ തെളിവ് ഈ കാലത്ത് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന വിശ്വാസത്തിൽ പറഞ്ഞാൽ തന്നെ അതിന്റെ തെളിവ്. നാളെ ഞാൻ മമ്പർന്നങ്ങളൊരു കറാമത്ത് പറഞ്ഞു, അപ്പൊ ഒരാൾ പോകുമ്പോൾ ചോദിക്കുക ആ ബുഖാരിയിലുണ്ടോ? ഇവനൊക്കെ അല്ലേ മണ്ണും കൂട്ടിയിട്ട് ചുമരുമൊക്കെ ജാമാക്കി ചവിട്ടേണ്ടി. മമ്പറങ്ങൾ ബുഖാരി ഇമാമുള്ള കാലത്തുണ്ടോ? എന്തായി പറയുന്നത്? അപ്പൊ അങ്ങനെ ഓരോന്ന് ചോദിക്കുക, പൊട്ടത്തരം അങ്ങനെ ചോദിക്കുക, എന്നിട്ട് തോന്നുന്നത് ഇതൊക്കെ വലിയ ഭയങ്കര ബുദ്ധിയുള്ള കാര്യങ്ങളാണ്. അള്ളാഹു അവര് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഇന്ന് നോക്കിയാൽ മതി, റോട്ടിൽ കൂടി പോണവരാണ് പോയിക്കോളൂ. നിങ്ങൾ ഇപ്പൊ പുതിയാപ്പിള ഞാൻ വയല് കഴിഞ്ഞാൽ ആരും ഒട്ടിന്നെ നോക്കാനും പാടില്ല, മര്യാദക്ക് ഞാൻ പോവാണ്. വയല് പറയുമ്പോൾ ഫേസ് ടു ഫേസ് മുൾത്തഫിത്തുല്ല അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. ഏതാൾ പോണി തിരിഞ്ഞു നോക്കരുത്. ഓടേണ്ട സമയം വരുമ്പോൾ ഞാൻ പറയും ഓടിക്കോളി, അപ്പോൾ അതുവരെ എന്നെ മാത്രം നോക്കാനേ പാടുള്ളൂ. കഴിഞ്ഞ ഒട്ട് എന്നെ നോക്കാനേ പാടില്ല, കാരണം ഞാൻ അതിന് പറ്റുന്ന മോഹനില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കണം. എന്താ ഞാൻ പറഞ്ഞ് മറന്നുപോയി. ഞാനിങ്ങനെ മനപ്പാടാക്കി വരുന്നതല്ല, എൻ്റെ കയ്യിലൊന്നും ഒരു നോട്ടും പേപ്പറൊന്നും ഉണ്ടാവില്ല. അപ്പോ ദമാമ് അതിൻ്റെ തൊട്ടടുത്ത ബഹ്റൈൻ. അപ്പൊ ഈ സൗദിയിലുള്ള ചെറുപ്പക്കാര് അവിടുന്ന് വല്ലാതെ തമ്മാടിത്തരം ചെയ്യൂല, സ്വകാര്യം ഒപ്പിക്കോളൂ. കാരണം പരസ്യമായിട്ട് ഔദ്യോഗികമായിട്ട് പിടിക്കപ്പെട്ട ശിക്ഷ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ചില കുട്ടികൾ എന്ത് ചെയ്യും, ബഹ്റൈനിക്ക് പോകും. അപ്പൊ 4 ആള് താമസിക്കുന്ന റൂമിൽ 4 പണിക്കാരാണ്. ഓൽക്ക് വ്യാഴം വെള്ളി ശനി ലീവാണ്. 3 ദിവസം ലീവും 4 ദിവസം വർക്കും. അതിൽ 3 ആൾ എന്ത് ചെയ്യും, ഈ 4 ദിവസം എടുത്ത പണികൊണ്ട് കിട്ടിയിട്ടുള്ള പൈസ വെച്ച് ബഹ്റൈൻ കാണുപോകും. അവിടുന്ന് വ്യഭിചാരം, കള്ളുടി, പെണ്ണ്, കള്ള്, ഇത് 3 ദിവസം കൂത്താടിയിട്ട് ഇങ്ങോട്ട് വരും. ഇങ്ങനെയാണ് വരെ പരിപാടി. 4 ദിവസം പണിയെടുക്കുക, ആ പൈസ ആയിട്ട് ബഹ്റൈന് പോവുക, അവിടുന്ന് പച്ച അറാം വയ്യ, അങ്ങോട്ട് വരിക, 4 ദിവസം പണിയെടുക്കുക, പിന്നെ പോവുക, അങ്ങോട്ട് വരും. ഇതിന്റെ പണി. ഒരാള് മുത്തക്കല്ല, ഒരു അഫ്സക്കല്ല, ഫാസിക്കാണ് എന്ന് പറഞ്ഞാൽ ഫുൾ പവർ തമ്മാടി ആയിട്ടില്ല, ഒരു മുക്കാ ഭാഗം അങ്ങനെയാണ്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ. പക്ഷെ ഇടക്കൊക്കെ നിസ്കരിക്കും ചെയ്യും, സദക്കയിൽ മുന്നിലാണ്. എന്നാ സുബൈക്ക് കടപ്പുറത്ത് തെരഞ്ഞു വെച്ചിട്ട് അവർ കേൾക്കും ചെയ്യും, ഇടക്ക് റൂമെന്ന് സിനിമാനും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി. ഓമ്പര കൂട്ടത്തിൽ ഇതുവരെ പോയിട്ടില്ല, കാരണം അത്ര കണ്ട് തമ്മാടി ആയിട്ടില്ല. അപ്പൊ ഇവർ 3 ആൾ ഇതെല്ലാം ആഴ്ചയും അവിടെ സുന്ദരികളാ പെണ്ണിനൊക്കെ അവരിങ്ങനെ വർണ്ണിക്കും ചെയ്യും, കള്ളും കുടിക്കും ഒക്കെ. ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ദിവസം ഇവർ പോകുമ്പോൾ പറഞ്ഞു, എടാ പോരടാ, പൈസ കയ്യിലിട്ട് അതിന്റെ കാര്യമുണ്ടോ, കുറച്ചൊക്കെ അനുഭവിക്കണടാ, പോരെ. ഇവന് തോന്നി ഒന്നങ്ങോട്ട് കയറിയാലോ ആണ് ഇന്ന്. ഇവനാണ് തോന്നി ഇന്ന് ഞാനൊന്നാണ്ട് പോയാലോ. കാരണം ഇവന് നഫ്സുൽ അമ്മാറല്ല, നഫ്സുൽ ലവ്വാമയാണ്. നഫ്സ് പലയിട്ടുണ്ട്. നഫ്സുൽ അമ്മാറ, ലവ്വാമ, മുൽഹിമ, മുത്തുമൈന, റാദിയ, മർദിയ, കാമിലി ഉണ്ട്. അതിലൊരാളുള്ളൂ മുഹമ്മദ് മുസ്തഫ. അല്ല ഞാനിങ്ങൾ പേരുള്ളത്, നിങ്ങളെല്ലാരും കൂടി ഇന്നെ തുറച്ചു നോക്കാണ്ട, എൻ്റെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ നിങ്ങൾ നോക്കിയാൽ മതി. പേരുള്ളത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചരാം. നമ്മളൊക്കെ ജനിച്ച അന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ എവിടെയാണ്? ജനിച്ചെന്ന് മരിക്കുകയാണെങ്കിൽ എവിടെയായിരുന്നു? ഒരാൾ പറയും ഓട്ടോറിക്ഷ പോയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കുക, എവിടെയായിരുന്നു? നിങ്ങൾ മുന്നിൽ ഞാൻ മയക്കാണ്, ഞാനും ഓഫാക്കും, കാരണം എനിക്കും അറിയാം ഈ പരിപാടിയൊക്കെ. സ്വർഗത്തിൽ. ഇപ്പൊ മരിച്ച എവിടെയാണ്? അതെന്താ പുറത്തം പോയത്? അതെന്തേ ഇപ്പൊ ഈ ഉറപ്പ് കൊഴിഞ്ഞു പോകാൻ കാരണം? ഇനി ഞാൻ രണ്ടാമത് ചോദിക്കട്ടെ, ജനിച്ചന്ന് നമ്മൾ നിസ്കാരം തുടങ്ങിക്കണോ? സ്വർഗത്തുകൾ എന്തെങ്കിലും പണി തുടങ്ങിക്കണോ? ഇപ്പോഴല്ലേ പണി തുടങ്ങിയത്? പണി തുടങ്ങിയപ്പോ ഉറപ്പ് പോയി, പണിയില്ലാത്തന്ന് ഉറപ്പ് പോകും. വാല് കേട്ടാ പോരാ, ചിന്തിക്കണം. നിങ്ങൾ 1 മണിക്കൂർ കൂടെ ഇന്ന് ചിന്തിച്ചാലുണ്ടല്ലോ, തഫക്കുറു സഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന. 60 കൊല്ലത്തിനേക്കാൾ, കൊല്ലന്നല്ല 60 കൊല്ലത്തിനേക്കാൾ കൂലിയുണ്ട്. എത്രയെന്ന് അള്ളാഹ്ക്ക് കണക്കാൻ പറ്റും. വെറുതെ അങ്ങനെ ചെവിടെ വന്നിട്ട് ഇങ്ങനെ കേട്ടാലോ ഒന്നുമില്ല. കസാരം കുറച്ച് ചൂടുണ്ടാവും, അടി തൊട്ടാൽ കുറെ എങ്ങനെ വെച്ചാലല്ല, അപ്പോൾ ചൂടുണ്ടാവും. കേട്ട കൂലി കിട്ടും. പക്ഷെ 1 മണിക്കൂർ ഞാൻ പറയുന്ന കാര്യം എന്റെ വിഷയമല്ല, ഇത് ദീനാണ്. അത് ഉള്ളറിഞ്ഞിട്ട് ചിന്തിച്ച് നിങ്ങൾ കേട്ടാല്, നിങ്ങളെ പ്രായം 40 ആണെങ്കിൽ പോകുമ്പോൾ 100 കൊല്ലത്തെ അമ്മന്റെ കൂലി അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ജനിച്ചന്ന് സ്വർഗത്തിനുള്ള ഒരു പണിയും തുടങ്ങിയിട്ടില്ല, പക്ഷെ ഉറപ്പിച്ചോർന്ന സ്വർഗത്തിലാണ്. ഇപ്പൊ പരിപാടിയൊക്കെ തുടങ്ങി, വാള് വരാൻ തുടങ്ങി, സംഘടിപ്പിക്കാൻ തുടങ്ങി, സ്വതക്ക് തുടങ്ങി, ഹജ്ജ് തുടങ്ങി, ഉംറക്ക് പോവന്നെ കൊല്ലം പോവന്നെ. ഇപ്പൊ മരിച്ചാലോ എന്തേ ഉറപ്പ് പോയത്? അതാണ് ഒരു സ്വകാര്യം. അത് നമ്മളും മാത്രം അറിഞ്ഞാൽ മതി.
ഇഞ്ഞിങ്ങടെ എണ്ണിക്കോളി. നഫ്സുൽ ലവ്വാമ, നഫ്സുൽ ലവ്വാമയിലും തെറ്റ് ചെയ്യും, പക്ഷെ കുറ്റബോധം ഉണ്ടാവും. ലവ്വാമ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിമർശിക്കുക, ഉപദേശിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യുണ്ടാവും, പക്ഷെ റൂഹ് പറയും എന്താടാ ഹംകായി ചെയ്തിട്ടുണ്ട്. അതിനാണ് ലവ്വാമ എന്ന് പറയുന്നത്. മുൽഹിം എത്തിയാൽ വല്ലാതൊന്നും ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ മേലിനുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടി തുടങ്ങും. അപ്പോൾ ഹവാത്തിറൊക്കെ പോയി കിട്ടും, ഹിക്മത്ത് മാത്രം. ഹവാത്തിർ എന്നുള്ള സംഗതി ഉണ്ട്. കുറെ ചെറുപ്പക്കാർക്ക് ഇന്നുണ്ട്. കുറെ ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്ന സംശയം കേട്ടാൽ നമുക്ക് തോന്നും ഇത് എവിടുന്നാ വരണേന്ന്, ഇത് എവിടുന്നാ വരണേന്ന് നമുക്ക് ശരിക്കും തോന്നും. ഹവാത്തിർ എന്നതിന് ഹവാത്തിന് മോഹത്തില്ല എന്നാണ് ഉസൂൽ. എന്നാൽ ഇഷ്ടമില്ല, ശിക്ഷയില്ല. പക്ഷേ ഹവാത്തിർ സുഖമുള്ള ഏർപ്പാടല്ല, ഇഖ്ലാസിനെ ബാധിക്കും. നമ്മൾ ആഗ്രഹിക്കാത്ത വളരെ മോശപ്പെട്ട ചിന്തകളൊക്കെ അട്ടൈതിൽ ഇങ്ങനെ വരിക, അതിനാ ഹവാത്തിർ എന്ന് പറയും. പക്ഷെ അതിന്റെ തൗബ എന്താ പറയുക? പഠിച്ചോനെ ഇതെന്നാ ഒന്ന് നിന്നിട്ട് വരണുണ്ടല്ലോ എന്നുള്ള ബോധം, ഖേദം, അതന്നെ അതിന്റെ തൗബ. അപ്പൊ അള്ളാഹു തആല കുറെ സഹിച്ചാൽ പിന്നെ ഹിക്മത്ത് ഇട്ടരും. അപ്പോ ഇൽഹാം, ഒരു തുമാനീനത്ത് ഇങ്ങനെ കിട്ടും. അല്ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബൊക്കെ പോവാണിയല്ല എപ്പോഴാ, അല്ലാതെ എപ്പോൾ എണ്ണം പിടിക്കാൻ പറ്റുള്ള ദിക്ർ 1000. എന്ത് തുമാനീനത്തുള്ളത്? ഇടക്കിടക്ക് ഇങ്ങനെ ചെമ്പൊക്കെ നോക്കും, ബിരിയാണി ഇറക്കാനായിക്കുന്നു. ആ ധൈര്യത്തിലപ്പോൾ ഇരുന്നിട്ട് കുലുങ്ങണത്. നേരെ വെച്ച റമദാൻ മാസം ഒന്ന് കൊല്ലാൻ മിരിച്ചോക്കാണി കുലുങ്ങൂല. കാരണം എന്താ, തിന്നാ ഒന്നുമില്ല. എന്നാ ഏത് റമദാനിലും കുലുങ്ങും തുമനീനത്താണ് കിട്ടാൻ തുടങ്ങിയത്. കാരണം എന്താ, വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നത്താന്ന. ഹൗഫാണെങ്കിൽ 2 ജന്നത്തുണ്ട്. ചില മഹാന്മാർ അതിന് കൊടുത്ത അർത്ഥം എന്താ പറയുക, ഒരു ജന്നത്ത് ഇവിടെ തന്നെയാണ്. കാരണം ഇബാദത്തിൽ ലദ്ദത്തായി കിട്ടും. അതിനേക്കാൾ വലിയ ജന്നത്തില്ല, ഇബാദത്തിൽ ലദ്ദത്തായി കിട്ടും. അപ്പോഴാണ് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നാത്ത്. ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുമ്പോഴാണ് തോന്നുന്നത്. അല്ലെങ്കിലോ സൈഡിൽ ഇങ്ങനെ കൈ കെട്ടിട്ട് പെണ്ണാണ് നിൽക്കണത്. കസാര കൂടെ കഴിഞ്ഞിട്ടുണ്ടാവും, മുപ്പരായാലൊന്നും വഹിക്കില്ല. കാരണം ലദ്ദത്ത് കിട്ടി തുടങ്ങിയിട്ടില്ല. എനിക്ക് തൽക്കാലം ആരും പേടിയൊന്നുമില്ല. നിങ്ങൾ ചില ആൾക്കാരുണ്ട്, നീലക്കണ പറയുമ്പോൾ ചില മലയാളിമാർ കട്ടിൽ ചെരുപ്പിട്ടിട്ട് ഇങ്ങനെ നോക്കണം. അതൊക്കെ കുറെ കണ്ട് മടുത്തിട്ടായി കസാല ഇരുന്നിട്ട് പ്രസംഗം. അങ്ങനെ ആരും കൂടെ നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നോക്കിയാൽ മതി, എന്നെ നിങ്ങൾ ചില ആൾക്കാർ സൈഡ് പോയിക്കുമ്പോൾ ഒന്നും പറയാൻ പാടില്ല. എന്നാൽ അതിന് വേറെ ആളെ നോക്കി അതിനെ നോക്കണ്ട. കസേര ഉണ്ടാകുമ്പോൾ സൈഡിൽ നിൽക്കേണ്ടത് അതല്ല, അത് ഉറപ്പാ. അത് ഏത് ആചാരാണെങ്കിലും ഏത് മുതലാളിയാണെങ്കിലും ദീന. കസേര ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ നിൽക്കണം. അതിലിരിക്കാൻ മാത്രമൊന്നുമല്ല ഞാനും തോന്നുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കണം. നേരെ വെച്ച് തിരക്കുള്ള ചില ആൾക്കാരുണ്ടാവും, അത് നിങ്ങളെ ഇഷ്ടമായി, ഞാൻ അറിയാം. അതുണ്ടാവും. ചിലപ്പം കട ഇങ്ങനെ തുറന്നുകൊണ്ട് വന്ന് കേൾക്കണവരുണ്ടാവും. കാരണം കടയ്ക്ക് കള്ളം കയറുണ്ടോ അത് നോക്കണം, എനിക്ക് വേലും കേൾക്കണം. അപ്പം നടുവിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഉത്തരവാദിയല്ല. അത് നേരെ മതി. ഇവിടെയൊക്കെ സ്ഥലമുണ്ട്, അവിടെ ഒന്നും പോയിരിക്കാൻ മാത്രമൊന്നുമല്ല ഞാൻ. കാരണം പോക്കറ്റ് ഇങ്ങനെ വീർത്തിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിന്റെ പോക്കറ്റിൽ എന്തുണ്ടായാലും കാര്യമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് ദീനിന്റെ സദസ്സാ. ഇത് മാറി നിന്നിട്ട് പുതിയാപ്പിള കാണാൻ നിൽക്കണ എനിക്ക് കളിയല്ല. ഇത് കസേരയുള്ള നീരില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കി ചിന്തിക്കണം. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്, ഇബാദത്തിനങ്ങ് ലദ്ദത്ത് കിട്ടിയാൽ അവൻ തന്നെയാണ് രാജ്യം. അവന് വല്ലാത്ത സമാധാനമാണ്. അതാ ശൈഖ് അബീ ത്വാലിബില് 3 കൊല്ലത്തോളം പട്ടിണി കിടന്നുകൊണ്ട് റസൂലുള്ളാഹിയും സഹാബത്തും കഷ്ടപ്പെടുമ്പോൾ താഴെ അബൂജഹലും പാർട്ടിയോ അതാ നല്ല സുഖോലുമാരായി സുഭിക്ഷമായി കഴിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. പക്ഷെ ആ സമയത്ത് ഈ മലയുടെ താഴെ കളിച്ച് രസിച്ച് മതിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ ശത്രു വിഭാഗത്തിന് മനസ്സിലുണ്ടാകുന്നതിനേക്കാൾ നല്ല സമാധാനമുള്ളത് പട്ടിണി കിടന്നുകൊണ്ട് ആ മലമുകളിൽ ഇരിക്കുന്ന കഷ്ടപ്പെടുന്ന സ്വഹാബാക്കൾക്കാ. കാരണം എന്തേ? കാരണം മനസ്സിലായ? ഇവരെ മൂത്രം കുടിക്കാൻ പറ്റുമെന്ന മസല ചിന്തിക്കുന്ന സമയമാണ് സഹാബാക്കൾ. കാരണം വെള്ളം കഴിഞ്ഞു, കാരക്കും കഴിഞ്ഞു, വെള്ളം കണ്ട് ചപ്പി, ഉറക്കല്ല. അബ്ദുറഹ്മാനെ രാത്രി നീച്ച് മൂത്രയിക്കാൻ പോയി. ആ 3 കൊല്ലത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. രാത്രി മൂത്രയിച്ചപ്പോൾ മൂത്രം തട്ടുന്ന സ്ഥലത്ത് ഒരു ശബ്ദം വന്നു. ശബ്ദം എന്താ നോക്കിയപ്പോ ഒട്ടകത്തിന്റെ തോലുമല മൂത്രം തട്ടുന്നത്. മണ്ണിന്റെ അടിയിലെ താഴ്ന്നു പോയ ഒരു ഒട്ടകത്തിന്റെ തോലുമ പോയിട്ട് മൂത്രം തട്ടുകയാണ്. അപ്പൊ മൂത്രം ഇങ്ങനെ തട്ടിയ ഒട്ടകത്തിന്റെ തോൽമ. അപ്പൊ ബഹുമാനപ്പെട്ടവർ പട്ടിണി കിടന്ന് ഉറങ്ങിയ സഹാബാക്കളൊക്കെ വിളിച്ചു, ഒരു സാധനം ഇവിടെ ഉണ്ട്, നമ്മൾ കഴുകി തിന്നാ നമുക്ക് കുറച്ച് ആശ്വാസമാവുന്നു. ആ മൂത്രം വീണ് ശബ്ദം ഉണ്ടായിരുന്ന പഴയ കാലത്ത് ചത്തുപോയ ഒട്ടകത്തിന്റെ തോല് വലിച്ചെടുത്തിട്ട് കഴുകിയിട്ട്
അത് തിന്നിട്ട് കിടന്നുറങ്ങിയ ആ മഹാന്മാർക്ക് മനസ്സിലുണ്ടായിരുന്ന സമാധാനം അടിയിൽ ഒട്ടകത്തിനെ ശവായി ആക്കിയിട്ട് മൂക്കറ്റം തിന്നിട്ട് ഏമ്പക്കം വിട്ടിട്ട് കള്ളും കുടിച്ച് കിടക്കുന്ന അബൂജാലിന് ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? കാരണം എന്തേ? എത്ര മുതലാളിമാർ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്? പൈസന്റെ കമ്മിയുണ്ടാ? ബിരിയാണി കിട്ടാത്തോണ്ടാ? ചെമ്മീൻ ബിരിയാണി തിന്നുക, പായസം കുടിക്കുക, കയറെടുക്കുക, തൂങ്ങുക. ഒരാൾ പുറത്ത് ചെയ്തതാണ്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി, പായസം കുടിച്ച്, കയറെടുത്ത് കെട്ടി തൂങ്ങി. പൈസ ആ മഹലിൽ മൊത്തം വാങ്ങാനുള്ള പൈസ മുമ്പിലിട്ടുണ്ട്. ഇന്നും അയാൾ മരിച്ചെന്തിനാന്ന് ആർക്കും അറിയില്ല. ഓ, വലിയ പുരണ്ടാക്കാൻ നിന്റെ അടുത്ത് കോടികൾ ഉണ്ടെങ്കിൽ പറ്റും, പക്ഷെ സമാധാനം വാങ്ങാൻ കോടികൾ പറ്റൂല. 8 കോടിക്ക് പുരണ്ടാക്കാം, പക്ഷെ 100 കോടി എടുത്താലും സമാധാനം വാങ്ങാൻ പറ്റൂല. സാധനം വാങ്ങാനേ പറ്റുള്ളൂ, സമാധാനം വാങ്ങാൻ പറ്റൂല. 30,000 രൂപയ്ക്ക് ഒരാൾ നാളിനോട് പറഞ്ഞൊരു ബെഡ് വാങ്ങിയ ഞാൻ ചോദിച്ചു ഉറക്കം കിട്ടുന്നുണ്ടോ? ആ, ഉറക്കം കിട്ടുന്നില്ല. 30,000 രൂപന്റെ ബെഡ് വാങ്ങാം, പക്ഷെ 1 കോടി രൂപന്റെ ഒരു സ്ഥലത്ത് ഒരു ബെഡ് ഉറക്കം കൂടി വിൽക്കുന്നുണ്ട്. 1 കോടി രൂപ നിങ്ങൾ പറഞ്ഞു തരും, എന്നാ ഞാൻ വാങ്ങുന്നത്. ഒരു സ്ഥലത്ത് ബെഡ് വിൽപ്പന, ബെഡ് മാത്രമല്ല ഉറക്കം ബെഡും 1 കോടി രൂപ. നിങ്ങൾ പറഞ്ഞു തരാം അങ്ങനത്തെ ഒരു സ്ഥലം. ഉറക്കം കിട്ടണമെങ്കിലേ സമാധാനം ഉണ്ടാവണം, അപ്പോഴേ ഉറക്കം കിട്ടുള്ളൂ. സമാധാനം പൈസ ഒന്നും കിട്ടൂല. അമേരിക്ക കണ്ട ഏറ്റവും വലിയ 9 മുതലാളിമാരുടെ ചരിത്രം മനോരമയിൽ ഞാൻ വെട്ടിയെടുത്തിട്ട് എൻ്റെ ഫയലിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ 6 ആൾക്കാർ ആത്മഹത്യ ചെയ്തു. അവരെടുത്ത് അമേരിക്ക വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്ത് ചത്തുപോയത്? മനസ്സിന് സമാധാനമില്ല. എല്ലാവരും നന്നായിട്ട് ചിന്തിക്ക്. സമാധാനം എവിടുന്നാണ് കിട്ടുക? അത് മാരിഫത്ത് എന്നല്ലാതെ കിട്ടൂല. അതുകൊണ്ടാണ് ഇബ്രാഹിം നദവും പറഞ്ഞത്, ഞാൻ കാട്ട് കയറിയിട്ട് ഇബ്രാഹിം നദ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. പാനി പിടിച്ചിട്ട് തല കറങ്ങിയിട്ട് വീണിട്ട് പാറമ തട്ടിയിട്ട് തല പൊളിഞ്ഞിട്ടുണ്ട്. ഒരടുപ്പിന്നും തീ വാരിയിട്ട് ഒരു പെണ്ണൊരുത്ത് പുറത്ത് കറങ്ങിയപ്പോൾ ഇബ്രാഹിം നദവന്റെ തലയിലാണ് വന്ന് തട്ടിയത്, മുടിയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം നദ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖം നാട്ടുപുറത്ത് കൊട്ടാരത്ത് കഴിഞ്ഞ രാജാക്കന്മാരെങ്ങാനും അറിയാണെങ്കിൽ ഓരോ എന്നെ പോലെ കാട്ട് കയറിയിരുന്നു. അതിനൊരു സുഖണ്ടേ? അതിനൊരു സുഖണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും ജലദോഷം വരുമ്പോഴേക്കും ഒന്നായിട്ട് പബ്ലിസിറ്റി ചെയ്യണല്ലോ അല്ലേ? ഒരു ചെറിയ ജലദോഷം വന്നാൽ മതി, ഇപ്പൊ കാണാം തോന്നാൻ എന്താ എനിക്ക് അത് പറയണ്ട. ലോകത്ത് ഏത് നാട്ടുകാരും ആഗ്രഹിക്കുന്ന സമാധാനം. അത് മതജാതി ഭേദമന്യേ എല്ലാവരും അതാണ്. അതുകൊണ്ട് ഏത് സ്ഥലത്തുള്ള ആൾക്കാരും കണ്ടുകിട്ടിയാലും ആദ്യം ചോദിക്കാൻ തോന്നല്ലേ. അറബികളെ കണ്ടിട്ട് ചോദിക്കും കൈഫൽ ഹാൽ, എത്ര കഷ്ടപ്പെടുന്ന അറബി അങ്ങനെ പറയാം. ഞാൻ UAE 5 കൊല്ലം പള്ളിയിൽ ഇമാമായിട്ട്, ഔക്കാഫിന്റെ ഇമാമായി അങ്ങേരിയുള്ള ഒരു ഇമാമായിരുന്നു ഞാൻ. എന്നിട്ട് പള്ളിയിൽ ഇമാമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ പള്ളിയിൽ ഒരുപാട് അറബികൾ അക്കാലത്ത് നിസ്കരിക്കാൻ വന്നിരുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ടുള്ള ഞാൻ പാതിൽ സജീവായിട്ട് ഉസ്താമാർ എന്നെ UAE നിങ്ങൾ വിളിച്ചാൽ എനിക്ക് ഇവിടെ നല്ലതെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ അവരെ വാക്കിന് വർക്കത്തോണ്ട് അന്ന് തുടങ്ങിയ സ്റ്റേജ് കയറി നേരെ എന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഒരുപാട് ആയുസ് തരട്ടെ. അപ്പൊ എൻ്റെ പള്ളിയിൽ അല്ലൈൻ എയർപോർട്ടിലെ മന്ത്രിയാണ്, ആ സ്ഥാനമുള്ള ഒരാളാണ്. എൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ അയാൾ സുബീക്ക് മാത്രമേ കാണുള്ളൂ. ഒരാഴ്ചയിൽ 3 ദിവസം സുബീ ലൂറ് അസറും മാരിപ്പൊക്കെ കണ്ടു ഞാൻ. അപ്പൊ ഞാൻ മുമ്പിലോട് ചോദിച്ചു, ഷെയ്ഖ് കൈഫൽ ഹാൽ എന്ന് വെച്ചു. അൽഹംദുലില്ലാ ഹൈൻ സുഖൽ മാഫി അൽഹംദുലില്ലാ എന്നാണ്. അപ്പൊ ജോലിയൊന്നുമില്ല അൽഹംദുലില്ലാ, കാരണം മൂപ്പരെ ജോലിയൊന്നും ഒഴിവാക്കി. അപ്പൊ എന്നോട് പറയാം, അപ്പൊ ജോലിയൊന്നുമില്ല, ജമാഅത്തിന് എപ്പോഴും വരാൻ പറ്റണ്ട അൽഹംദുലില്ലാ. നമ്മളെ മോനെങ്ങനെ നെത്താക്കാത്ത കുടുങ്ങിയിട്ടുണ്ട് വന്നോക്കണ്ടേ. ഈ അൽഹംദുലില്ലാ നമ്മളെ തൊള്ളേന്ന് വരുമോ? ഇതൊക്കെ വലിയ പേരെക്കുട്ടി വന്നിട്ട് മറ്റോ വരാൻ കൊണ്ട് അലാ കുറിച്ച ജീവിതം. ഇതാണ് നമ്മളും അവരുമുള്ള പ്രശ്നം. ആത്തിപ്പറ്റ് ഉസ്താദ് എന്നുള്ള ഒരാളെ നിങ്ങൾക്കറിയില്ലേ, ഇപ്പൊ വഫാത്തായിട്ട് 4-5 ആഴ്ച വെച്ചു. 10 കൊല്ലാണ് പകുതി മുഖമായിട്ട് നടന്നത്. പകുതി മുഖം, പകുതി കൊണ്ട് കീറിയുന്നു. ഇവിടെ പകുതി മുഖമാണ്. 10 കൊല്ലം എനിക്ക് വയ്യ, എൻ്റെ എല്ല് പോയി, എൻ്റെ മോറ് പോയി. ഇത് ഉസ്താദ് ഒരാളോടൊന്നും അറിയില്ല. ആ ക്യാൻസർ പിടിച്ചിട്ട് കഷ്ടപ്പെട്ട് വേദന എടുത്തിട്ട് പല്ല് വറക്കണ സമയത്തൊക്കെ ഞാൻ കാണാൻ പോയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും, ഉസ്താദ് സുഖല്ല? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതൊന്നും സുഖമില്ലെങ്കിൽ ഏതാ റഹ്മാനി സുഖം നൽകും? പരാജയത്തെ പരാജയപ്പെടുത്തിയാൽ അവിടെയാണ് വിജയം.
പരാജയത്തെ പരാജയപ്പെടുത്തുന്ന ആൺകുട്ടികളുണ്ട്. അതാണ് വിജയം. മുസീബത്തിൽ മുസീബത്ത് നിയമത്താക്കി മാറ്റുന്ന ഒരു മക്കാമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ആധ്യാത്മിക ഗുരുവുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ അയാൾക്ക് നല്ല മുട്ടുവേദന ഊരവേദനയുണ്ട്. നേർക്ക് കാണാൻ പോലുണ്ടോ? നല്ലൊരു മനുഷ്യനാണ്. ചിലപ്പോൾ വലിയ ഡയലോഗൊക്കെ എടുക്കും. ഒരു ദിവസം ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചു, ഞാൻ എന്തപ്പോൾ രക്ഷപ്പെടാൻ കാട്ടുമെന്ന് വെച്ചു. TV അങ്ങോട്ട് തുറക്കുക, നല്ല ചാനൽ ഓണാക്കുക, സിനിമ അങ്ങനെ കാണാറുണ്ട്. കുട്ടികളൊക്കെ എൻ്റെ ഒത്തുക്ക് നോക്കി. അപ്പോൾ ഞാനൊന്നാട് നോക്കി. TV ഓഫാക്കാൻ പാടില്ല, ചാനൽ എപ്പോഴും വർക്ക് ചെയ്യണം, എപ്പിസോഡ് മാറി മാറി എടുക്കാം, എന്നിട്ട് പ്രേക്ഷകരെ കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളിനോട് ചോദിച്ചാൽ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ആ പറഞ്ഞതിനെ മാനെ ഞാൻ പറഞ്ഞുതരാം. TV ഓണാക്കുക എന്ന് പറഞ്ഞാൽ കൽബ് ഓണാക്കുക, ചാനൽ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ എപ്പോഴും വർക്ക് ചെയ്യുക, എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ തക്കുവന്റെ വിവിധ എപ്പിസോഡുകൾ, റവാത്തി പുസ്കാരം, ദുആ, താജ്, ഇതൊക്കെ, എന്നിട്ട് പ്രേക്ഷകരെ കൂട്ടുക എന്ന് പറഞ്ഞാൽ മലക്കളൊപ്പം നിർത്തുക. അതിൻ്റെ അർത്ഥം തന്നെയാണ് അതിൻ്റെ അർത്ഥം. മൂപ്പര പണി അതാണ് പറഞ്ഞത്. നമ്മളോട് പറയുമ്പോൾ അങ്ങനെ പറയണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. മൂപ്പര ഫീൽഡ് വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് തിരിയില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ടോ? അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ടോ? ചിന്തിക്കണേ. പുടുത്തം വിട്ടോ വിഷയവിടുക്കൊക്കെ പോയത് എപ്പിസോഡ് കൂട്ടിക്കൂടെ ബക്കറ്റ് നടക്കും ചെയ്താലേ. സ്ത്രീകളെ ഭാഗത്തൊക്കെ ഒരു ബക്കറ്റ് വരേണ്ട, ആണുങ്ങൾ സ്റ്റേജിൽ വന്നിട്ട് തന്നാൽ മതി. ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 10:10 വാൾ നിർത്തും. അപ്പോൾ ഞാൻ പറയും ഇൻഷാ അല്ലാഹ് അതിനൊരു 20 മിനിറ്റ് ഉള്ളൂ. 20 മിനിറ്റ് കൂടി പറഞ്ഞൂടെ? 20 മിനിറ്റും കൂടി പറഞ്ഞൂടെ? എന്തായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതിപ്പോഴും പറഞ്ഞിട്ടില്ല. ഉസ്താദ് ഒപ്പുണ്ട്. ആയിക്കോട്ടെ. ദമാമന് നല്ലോണം ചിന്തിച്ചോളി ചെറുപ്പക്കാരെ. ഇങ്ങോട്ട് നോക്കി നല്ലോണം ചിന്തിച്ചോളി. 4 ചെറുപ്പക്കാരൻ. ഒരു ദിവസം ഇവൻ എങ്ങനെ വിളിച്ചപ്പോൾ തോന്നി ഇന്നൊന്നാണ് പോയാലോ. അന്ന് ഓനും കാറിലിരുന്നോ മുന്നിലെ സീറ്റിൽ ഇരുന്നിട്ട് ബെൽറ്റ് ഇട്ടിട്ട് പോകാനുണ്ടായിരുന്നു. നഫ്സുൽ ലവ്വാമയാണ്. അപ്പോൾ മനസ്സിൽ നിന്ന് ഇങ്ങനെ കുറ്റബോധം വരുന്നുണ്ട്, എവിടേക്കാണ് പോകണേ. മറ്റവർക്കൊന്നും വരില്ല, ഒരു തുള്ളിച്ചാടിയിട്ട് അങ്ങനെ എല്ലാഴ്ചയും പോകണമാണ്. ഇവൻ ആദ്യമാണ്. അപ്പൊ ഇവനിങ്ങനെ തോന്നുന്നുണ്ട്, ഇത് ശരിയല്ലല്ലോ എന്നാലും പോവാ, ഇത് ശരിയല്ലല്ലോ എന്നാലും പോവാ, ഇത് ശരിയല്ലല്ലോ എന്നാലും പോവാ. അവിടെയാണ് വെള്ളം. അല്ല ശരിയല്ലല്ലോ എന്നാലും പോവാ. ഈ സാധു അങ്ങനെ ഇരുന്ന് പറഞ്ഞു. ബഹ്റൈൻക്ക് 70 കിലോമീറ്റർ ആണ്. അപ്പൊ റോഡ് സൈഡിലൊക്കെ ഉണ്ട് ബഹ്റൈൻ കിലോമീറ്റർ 70. ഇവനാണ്ട് ഉറങ്ങിയപ്പോ ഇവനൊരു സ്വപ്നം. തീ ഇങ്ങനെ ആളി കത്തുന്ന നരകത്തില്. അവിടെ ഒരു കൂറ്റൻ ബോർഡ്, ജഹന്നം മസാഫത്ത് 70 കിലോമീറ്റർ. അള്ളാന്റെ പണിയാണ്. ജഹന്നം കിലോമീറ്റർ 70. അത് സത്യത്തിൽ പുറത്തുള്ളത് ബഹ്റൈൻക്കാണുള്ളത്. കിനാവിലുള്ളത് എങ്ങനെയാണ്? ജഹന്നം കിലോമീറ്റർ 70. ഇറങ്ങടാ മരപ്പോട്ടാ, ഇറങ്ങ. ആരോ വന്ന് പറയുന്നു, വനാണ്ട് വന്നു ബ്രേക്കൗട്ട് എന്താടാ നമ്മുടെ ഇറങ്ങാണ്. എന്തെങ്ങായി ഞാൻ ഇപ്പൊ ഗിനാ വണ്ടി എന്ത് ജഹന്നം കിലോമീറ്റർ 60 ഇറങ്ങടാന്ന് ആരോ പറയുന്നുണ്ട്. ഞാൻ ഇറങ്ങാനാണ്. അതിലെ വരാൻ മുളക് അനക്ക് എന്തിന്റെ കാറ്റാ? കാരണം ഓല് നഫ്സുൽ അമ്മാറയിലല്ല ഉള്ളത്. ഓൽക്കെന്താ, ഓൽക്ക് കുറ്റബോധമൊന്നും ഉണ്ടാവില്ല. എടാ ഇപ്പോഴുള്ള ഈ ചാൻസ് എന്താടാ നമുക്ക്? ആ സുന്ദരികൾ ഏതാ സൈസ് എന്ന് എനിക്കറിയാം, വന്നാലല്ലേ കാണുള്ളൂ. ഇവനാണ് കരയാൻ തുടങ്ങി. ഏത് സുന്ദരിയാണെങ്കിലും എനിക്ക് വേണ്ട, ഞാൻ ഇറങ്ങാണ്. ജഹന്നമക്ക് ഞാൻ ഇല്ല. അപ്പൊ അവര് പറഞ്ഞു, എന്നാ ചങ്ങായി ജി വ്യഭിചരിക്കണ്ട, അജി റൂമ് കിടന്നു. ഈ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങി അവിടെ നിന്നിട്ട് ജീവൻ പോകും. കാരണം നിങ്ങൾക്കറിയാം മരുഭൂമിന്റെ കഥ. സൗദിയിലൊരു ചില മരുഭൂമിയിലൊക്കെ ഇറങ്ങിയാൽ വെള്ളം കിട്ടാതെ അവിടെ ഇരുന്നാണ്ട് ഉണങ്ങേണ്ടി വരും. അങ്ങനെയാണ് മരിക്കും. അതാണ്ടായി. അല്ലെങ്കിൽ വല്ല ബതുക്കളും തട്ടിയെടുത്ത് ഒരു കിഡ്നിയെടുത്ത് വെക്കുകയും ചെയ്യും. അതാണ്ടായി. അപ്പൊ ഇവര് പറഞ്ഞു, അന്നെവിടെ ഇറക്കിയാല് ചങ്ങായി മയ്യിത്താവും, അല്ലെങ്കിൽ ആരെയും തട്ടിക്കൊണ്ടുപോകും. ഇത് രാത്രിയാണ്. എന്താ ഞങ്ങളെ കൂടെ പോരാ, ഈ വ്യഭിചരിക്കണ്ട, കള്ളുപിടിക്കണ്ട, എവിടെയെങ്കിലും പാർത്തോ? ഇവൻ പറഞ്ഞു, ഇല്ല, ഞാൻ കിനാവിൽ കണ്ടത് ജഹന്നം കിലോമീറ്റർ 70. ഞാൻ 1 കിലോമീറ്റർ ഉള്ളിൽ എന്നെ ഇവിടെ ഇറക്കണം എന്നാണ്. ഇവന് ഹാൻഡ് ബ്രേക്കാണ് പൊന്നിച്ച് വണ്ടിന്റെ. ഇവർക്ക് പറ്റാവുന്ന വികൃതിയൊക്കെ കാട്ടി. അവര് നിർബന്ധമായിട്ട് ചവിട്ടി അവനെ പിടിച്ചിറക്കി. അതല്ലാതെ സഹായം. ഇവനിങ്ങനെ വരുന്ന വണ്ടിക്കൊക്കെ കൈയ്യട്ടി. അപ്പൊ 200 സ്പീഡുള്ള വണ്ടി വരിക. ആര് നിർത്താനാ? നീട്ടി ഏതായാലും അവര് പറഞ്ഞ അവസ്ഥയ്ക്ക് പോകാൻ തുടങ്ങി. വെള്ളം കിട്ടാതെ മരിക്കണ അവസ്ഥയ്ക്ക്. ഇവനക്ക് സന്തോഷമായി. ഹറാമെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, മരിക്കണ ഇവിടെ മരിച്ചോട്ടെ, ജഹന്നമക്ക് ഞാനില്ല മോനെ, അത് അവസാനത്തെ തിരിയാടാ.
അവൻ അങ്ങനെ നിന്നിട്ട് കൈകാട്ടി തളർന്ന സമയത്ത് ഒരു 70 സ്പീഡിൽ സൈലന്റായി സ്പീഡ് കുറച്ച് വരുന്ന ഒരു പ്രായമേറിയ അറബി തന്തയുടെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. ആ മനുഷ്യൻ വണ്ടി ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ അതാ തട്ടം കൊണ്ട് കണ്ണുനീര് തുടച്ച് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടാ വരുന്നത്. ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ അറബി തന്ത വണ്ടി അവിടെ ചവിട്ടി. എന്താ ഇവിടെ ഒറ്റക്ക് ഇങ്ങനെ കൈയിട്ടിക്കണ്? അവനിങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കി. അപ്പൊ ഈ തന്താരടി പെട്ടെന്ന് രക്ഷപ്പെടില്ല. ഓല അപ്പുറപ്പുറക്കെ ചോദിക്കും. കുട്ടികൾ പ്രായം കൂടി ഓല് അന്വേഷണ തൃഷ്ണ കൂടുതലായിരിക്കും. മാത്രമല്ല കുറേ വർത്തമാനം പറഞ്ഞു കൊടുക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു വണ്ടി ഇന്നോവ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ മാറ്റിയിട്ട് വേറെ വണ്ടി എടുത്തു. എനിക്കൊരു 5 വയസ്സുള്ള കുട്ടി, നിങ്ങളോട് പറയാൻ പരേക്കാണ്ട് പോയപ്പോൾ കുടുങ്ങിയാൻ ഒരു 10-30 ചോദ്യം അതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു. അതെന്താ നിങ്ങളത് മാറ്റി? ഓൾക്ക് അതറിയണം. ഇതെന്താ എടുക്കാൻ കാരണം? അത് ഓൾക്കറിയണം. ഇതേപോലെ പെയിന്റിങ്ങിന് എന്ത് വ്യത്യാസം വരാൻ കാരണം? അത് ഓൾക്കറിയണം. ഇനി എപ്പോഴാണ് നിങ്ങൾ മാറ്റുക? ഒരു 10-30 ചോദ്യം എന്നോട് അതിനെ കുറിച്ച്. ഒരു വണ്ടി മാറ്റിയിട്ടുള്ളൂ. കുട്ടി 5 വയസ്സായി എന്നുള്ളതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. 10 വയസ്സായ ആകെ 3 ചോദ്യം ആയിക്കൊള്ളൂ. 20 വയസ്സായാലോ വണ്ടി തന്നെ ഇരിഞ്ഞു നോക്കൂല്ല. അല്ല, പ്രായമുള്ളവർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. അപ്പൊ ഇയാളിങ്ങനെ പ്രായമുള്ള തന്തയല്ല. ഇവന്റെ ഈ മറുപടി ഒന്നും തൃപ്തിയായില്ല. അപ്പൊ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ രാത്രി ഇവിടെ നിന്ന് കൈയ്യട്ടുന്നില്ല, ഈ സംഗതി പറഞ്ഞു. അതിൽ ഇവനിങ്ങനെ ഏറ്റവും സെറ്റ് വരാണ് പറഞ്ഞത്. ഞങ്ങൾ 4 ചെറുപ്പക്കാരായിരുന്നു. 4 ആളും കൂടി ബഹ്റൈനിലേക്ക് വ്യഭിചരിക്കാനും കള്ളുടിക്കാനും വേണ്ടി പുറപ്പെട്ടതാണ്. ഞാൻ അങ്ങനെ ഉറങ്ങിയ സമയത്ത് ഒരു കിനാവ് കണ്ടു. അപ്പം ഞാൻ അലിമ്പൊലിയും കൂടി അവരെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഞാൻ തന്നെ ഇറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ ഈ തന്ത വണ്ടിയാണ് സൈഡാക്കി ഇവനങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് തന്ത അങ്ങോട്ട് പൊട്ടിക്കളഞ്ഞു. മോനെ, എടാ, അള്ളാന്റെ കുതിരത്തുകൊണ്ട് റഹ്മത്തുകൊണ്ട് അള്ള ഈ രാത്രി എന്നെ രക്ഷപ്പെടുത്തി, നിന്നെ ഞാനൊന്ന് മുത്തട്ടെ എന്ന് തണ്ടാൻ മുത്തി. എന്താ തന്ത കരഞ്ഞു വരാൻ കാരണം അറിയോ? ഈ തന്ത വരുന്ന വഴിയിൽ ഒരു കാറ് ആക്സിഡന്റ് ആയി. ആ കാറിലുള്ള 3 ചെറുപ്പക്കാർ കാറങ്ങ് കത്തിയിട്ട് കത്തിക്കരിഞ്ഞ് വെണ്ണീറായിട്ട് റോട്ടിൽ ചിതറിക്കിടക്കുകയാണ്. അവരുടെ ചിതറിയിട്ടുള്ള കരിക്കട്ടയുടെ ശരീരം അതാ പോലീസുകാര് പെറുക്കുന്നത് കണ്ടുകൊണ്ടാ ഈ തന്ത വരുന്നത്. അതാണ് ഈ തന്ത കരയുന്നത്. അത് ഈ ചെറുപ്പക്കാരനെ ഇവിടെ ഇറക്കിവിട്ട് ബഹ്റൈനിലേക്ക് തുള്ളാൻ പോയ ചെറുപ്പക്കാരുടെ കാറാ എന്ന് തന്തക്ക് മനസ്സിലായി. അത് ഇവൻ പോയിട്ട് റൂമിൽ പോയിട്ട് ടി പറഞ്ഞപ്പോ ഇവനും മനസ്സിലായി. ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന 3 ചെറുപ്പക്കാര് ബഹ്റൈനിക്ക് എത്തിയിട്ടില്ല. അതിന്റെ മുമ്പ് എന്നെ കാറ് കത്തി തൽക്ഷണം ബന്ധങ്ങട്ട് ഉരുകി കഷ്ണമായിട്ട് പിഞ്ഞിട്ട് റോട്ട് കണ്ട് ചിതറി ഒക്കെ കരിക്കട്ടയക്കണത്. പോലീസുകാർ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കോരിയിട്ടിടുമ്പോഴാണ് തന്തായി കൂടി വരുന്നത്. ഇവൻ അള്ള കാണിച്ചു കൊടുത്തു, ജഹന്നം മസാഫ 70 കിലോമീറ്റർ. ഇത് അള്ളാന്റെ ഒരു പണിയാണ്. എല്ലാരെയും അള്ളാഹു അങ്ങനെ രക്ഷപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. എല്ലാവരെയും അള്ളാഹ് അങ്ങനെ രക്ഷപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. പിന്നെ സ്വതക്കയിൽ കുറച്ച് മുന്നിലായിരുന്നു. അപ്പൊ ഏതോ ഒരു സ്വതക്ക അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവനെ വണ്ടിയിൽ നിന്ന് അള്ളായിട്ടാണ് ഇറക്കിയതാണ്. ഇനി എന്നാമീൻ പറയും, അള്ളാഹുത്തെ നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തട്ടെ. ഇത് നല്ലൊരു രാത്രി, നല്ലൊരു മാസം, നല്ലൊരു സദസ്. മജ്‌ലിസ് നൂറ് നാറ് അലിഫിന്റെ മാവിന്റെ വ്യത്യാസമുള്ളൂ. നാറ് അതിന്റെ തറവാട് ഇബ്ലീസിന്റെ തറവാടാണ്. 100 മുത്തനബിന്റെ തറവാടാണ്. അനമിൻ നൂരില്ല വൽ മുഅ്മിനൂന മിൻ ഫൈളി നൂരി മുഹമ്മദ് മുസ്തഫ. അലിഫ് എപ്പോഴും കുത്തനെയാണ് നിൽക്കുക. അലിഫ് ഖതഇന്റെ അക്ഷരമാണ്. ഖത് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാനാണ്. മാത്രമല്ല അലിഫ് ഇങ്ങനെ പൊന്തിയിട്ടേക്കുക, അത് തക്കബൂറിന്റെ അടയാളമാണ്. ബാ എപ്പോഴും ഇങ്ങനെ താഴ്ന്നിട്ടാണ്. ഈ താഴ്ന്നു വരിക എന്നുള്ളത് തവാദുവിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ബിസ്മി എന്ന ബാ കൊണ്ട് തുടങ്ങിയത് എന്ന് ഇസ്മായിൽ ഹഖീ റഹ്മത്തുള്ളാഹി ബിസ്മിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്തുകൊണ്ട് ഇസ്മല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അബ്തദി എന്ന് സങ്കല്പിച്ചാൽ ഇസ്മല്ലാഹിനെ മഫൂലാക്ക അല്ലാഹി മുലാഫിലേക്ക് മതി. നഹ്വിൽ കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് ബിസ്മി എന്ന് പറഞ്ഞു? ബാ എന്നത് ഖതഇന്റെ അക്ഷരമാണ്. ഖത് എന്നുള്ളത് കട്ട് ചെയ്യാനാണ്. ബാ അലിഫ്. ബാ എന്നത് ഇൽസാക്കിന്റെ അക്ഷരമാണ്. ഇൽസാക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുക. ഇത് ഖുർആൻ ഒട്ടിക്കാൻ വേണ്ടി വന്നതാണ്. കത്രികിന്റെ പണിയല്ല, സൂചി നൂലിന്റെ പണിയാണ്. ഞാൻ അടുത്തൊരു മതസൗഹാർദ്ദ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിൽ അറിയപ്പെട്ട മറ്റു മതത്തിലെ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ മതവും സൗഹാർദ്ദത്തിന് എന്തെല്ലാം സംഭാവന നൽകുന്ന ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, പരിഭാഷക്കാണ്ട് ഒഴിവാക്കി. പിന്നെ പല ആളുകളുണ്ടായിരുന്നു, പരിഭാഷക്ക് ഒഴിവാക്കി. ഖുർആനിൽ ഓരോ അക്ഷരങ്ങളും മണിക്കൂറുകൾ പ്രസംഗിക്കണ്ട.
എന്നിട്ട് ഞാൻ പറഞ്ഞു ഖുർആൻ ബ എന്ന അക്ഷരം കൊണ്ട് എന്തുകൊണ്ട് തുടങ്ങി? അതിന് പേജുകൾ ഉപന്യസിച്ചിട്ടുണ്ട് പണ്ഡിതം. പരിഭാഷ എന്ന് കിട്ടൂല. ബ എന്നത് ഇൽസാക്കിന്റെ അക്ഷരം. ഇൽസാക്ക് തന്നെ ഒട്ടുക എന്നാണ്. അതുകൊണ്ട് ആ ഒട്ടുന്ന കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഒക്കെ ഒട്ടല, കളിമണ്ണ് ഒട്ടി. ഉമ്മാന്റെ ഗർഭാശയത്തില് ഭ്രൂണം ഒട്ടി, അലക്ക് അട്ട പോലെ ഒട്ടി, ഒക്കെ ഒട്ടുക. ഇനി കുട്ടി ഉണ്ടാണ് ഭാര്യ ഭർത്താവ് ഒട്ടിയിട്ടാണ്. എന്തുകൊണ്ട് മനുഷ്യൻ പാറയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് കമ്പിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടില്ല? കമ്പിയമ്മൽ വരുത്തിയാൽ തീ കത്തും. ആ തീ എന്നുള്ളത് ശത്രുതന്റെ അടയാളം, അത് വർഗീയതയാണ്. പാറ വെള്ളും, അതും വർഗീയതയാണ്. പിന്നെ എന്തുകൊണ്ട് ഒട്ടുന്ന കളിമണ്ണ്? ഒട്ടൽ 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 ബ ബ ബ ബ ബ ബ ബ. തആവനു അലൽ ബിർരി, അതും ബായാണ്. ബദർ, അതും ബായാണ്. പിന്നെ എന്തുകൊണ്ട് ബാ തുടങ്ങി? അല്ലാഹു തആല ഒരു ബാ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഇറക്കിയത്. അലസ്തു ബിറബ്ബിക്കും, അത് ബായാണ്. ബല, അതും ബായാണ്. അത് കേട്ടിട്ട് ആ ദുനിയാവുക്ക് മനുഷ്യൻ വരുന്നത്. അപ്പൊ ഖുർആൻ ആദ്യം എടുത്ത് നോക്കുമ്പോ ആ ബാ ഓർമ്മ വരണം. അതുകൊണ്ട് ബിസ്മി, അതും ബായാണ്. പോണ് കേറുന്നില്ലേ? താഴത്തേക്ക് ഇറങ്ങണോ? താഴേക്ക് ഇറങ്ങണോ? ഇത് ഉസ്താദ്മാർക്കുള്ള വയലാണ്. താഴേക്ക് ഇറങ്ങണോ? കയറി കിട്ടണില്ലേ? ഒന്ന് കുറഞ്ഞു നോക്കാനോ? കയറുണ്ടെങ്കിൽ ഞാൻ ഇവന്ന് ഇറങ്ങാം. ഞാൻ താഴോട്ട് അഞ്ചലിനാസമാനാസിലോ സോറി, ഞാൻ ഇറങ്ങാം. അപ്പൊ നമ്മൾ സത്യത്തിൽ പെട്ടെന്ന് അള്ളാന്റെ കടിഞ്ഞാൾ വന്നൊന്നുമില്ല. ഏതോ അമലുണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അള്ളാഹുത്തല നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തട്ടെ. അമീൻ പറയാം. അള്ളാഹുത്തല നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒന്നെന്നെ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ, ഒരൊറ്റ ഒന്ന്. സാരില്ല, അലി റളിയല്ലാഹു പറഞ്ഞ ഒറ്റ കാര്യം, വൈൻ ഹഫൗ ഹഫവതൻ ഫറബ്ബു ഗഫാറു. ഞാൻ നിങ്ങളെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്ന രോഗ്യനല്ല. ക്യാൻസറുള്ള ഡോക്ടർ തലവേദനയുള്ള രോഗിയെ ചികിത്സിക്കുമ്പോൾ എന്റെ ഒരു ചപ്പടാച്ച് അതിന് വല്ല അർത്ഥമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്നെ ഉപദേശിക്കുകയാണ്, അത് നിങ്ങളെയും കേൾപ്പിക്കുകയാണ്. സാരമില്ല, നമ്മുടെ ജീവിതയാത്രയിൽ അരുതായ്മകൾ സംഭവിച്ചാൽ റബ്ബ് ഗഫാറാ, അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരട്ടെ. മോനെ, ഇന്ന് നീ ആരോഗ്യവാനാണെങ്കിൽ നാളെ നീ രോഗശൈലിയിലാണ്. ഇന്ന് നീ കോമളനെങ്കിൽ നാളെ നീ പടുവൃദ്ധനാണ്. ഇന്ന് നീ മണവാളനെങ്കിൽ നാളെ നീ മയ്യിത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിന്റെ ദിനം നമ്മുടെ മൗത്തിന്റെ ദിനമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിന്റെ യാത്ര അത് പ്രഭാഷണത്തിന്റെ യാത്രയല്ലാതെ മണവാളം ചമഞ്ഞു പോകുന്ന യാത്രയല്ല. അത് വീട്ടിൽ നിന്ന് മയ്യിത്ത് കുളിപ്പിച്ചുകൊണ്ട് മൂക്കിൽ പഞ്ഞി വെച്ച് 3 കഷ്ണം കോറത്തുണിയിൽ പതിഞ്ഞ് 6 കാലുള്ള കട്ടിലിൽ കയറ്റി ആരുടെ മണ്ണിലേക്കൊരു യാത്രയുണ്ട്. ആ സമയത്ത് പദ്യമോനി എന്ന സ്വർഗീയ മുദ്രാവാക്യം മുഴക്കിപ്പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴാണെന്നുള്ളതിൽ മാത്രമേ തർക്കമുള്ളൂ. ഇന്നലെ കുറെ ആൾക്കാർ മരിച്ചു, നമ്മളതിൽ പെട്ടില്ല. ഇന്ന് കുറെ ആൾക്കാർ മരിച്ചു, പെട്ടില്ല. നാളെ മരിക്കാനുള്ളവരിൽ പെട്ടില്ല. ഇല്ലേ? അതിലും പെട്ടില്ലേ? അതിലും പെട്ടില്ലേ? ഇന്നലെ മരിച്ചതിൽ പെട്ടില്ല, ഇന്ന് മരിച്ചതിലും പെട്ടില്ല. നാളെ മരിക്കാനുള്ള പെട്ടില്ല. അപ്പൊ നമ്മളെ പരിപാടി എന്താ പറയുക, മരിച്ചവരെ കുറിച്ച് പറഞ്ഞ കാര്യ. ഒരു കല്യാണ പരിപാടി ഒരു കുട്ടി ബേക്ക് ആക്സിഡന്റിൽ മരിച്ചു, തലാണ്ട് പൊളിഞ്ഞു, തലച്ചോറ് ബക്കറ്റ് കിട്ടും പെറുക്കിയിട്ടാണ് പോയത്. സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു. മൂത്താ പറഞ്ഞു വേണ്ടടാന്ന് പോയി പണി വെക്കുന്ന ബേക്കൺ മാറ്റി തലാണ്ട് ഇളനീര് മാരി പൊളിഞ്ഞു, തലച്ചോറ് പുറത്ത് കൊള്ളു. ചട്ട കയറ്റി ബക്കറ്റൊക്കെ കോരിയെടുത്തിട്ടാണ് പോലീസുകാർ പോയത്. ചെറുപ്പക്കാരെ മസിലിങ്ങനെ വീർപ്പിച്ചിട്ടേ ആ മറ്റേ ടൈറ്റ് പനിയുണ്ടല്ലോ പിന്നെയാണ്ട് കയറ്റിച്ചിട്ടേ ബുള്ളറ്റും അങ്ങനെ സർവരിക്കരുമ്പോൾ താളെ ഇരിക്കണ ഇരുന്ന് പോകുമ്പോൾ ചിന്തിച്ചോളി. അഹങ്കാരത്തിന് പരിധി വെക്കണടാ, അഹങ്കാരത്തിന് പരിധി വെക്കണം. നിങ്ങൾക്ക് വാഴതും വേണ്ട, നിങ്ങൾക്ക് ജമാഅത്തും വേണ്ട, നിങ്ങൾക്ക് ദിക്റും വേണ്ട, നിങ്ങൾക്ക് സ്വലാത്തും വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ തുള്ളിയാൽ മതി. തുമ്പി പാറും പോലെ ഹൈവേയിൽ പാറിയാൽ മതി. എപ്പോഴാ തല ഇളനീര് പോലെ പൊളിയെന്ന് പറയാൻ പറ്റൂല. നമുക്ക് നിങ്ങൾ സംഘടിക്കുന്നിട്ട് ഇവരോട് പറയും അടുത്തെല്ലാം മൂല്യം കണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞോളെ. അഹങ്കരിക്കണം മുഴുവൻ ചെറുപ്പക്കാരോടായി പറഞ്ഞു. അഹങ്കരിക്കണം മുഴുവൻ ചെറുപ്പക്കാരോടായി പറഞ്ഞത്. അള്ള തന്ന ആരോഗ്യം പിശാച്ചിനെ പണയപ്പെടുത്തുന്ന മുഴുവൻ ആൾക്കാരോടായി പറഞ്ഞു. ഇതിനൊരു അവസാനമുണ്ട്. പാരലി ചാടിയ മുട്ടകളെ പോവുള്ളൂ, അതിൻ്റെ മേലെ പോകില്ല.
നമ്മളെക്കാളൊക്കെ അഹങ്കരിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഖബറിൻ്റെ അടിയിലാണ്. ഫിറൗന് മാത്രമുണ്ട് മ്യൂസിയത്തിലിരിക്കുന്നത്. പോയി കണ്ടോളൂ വേണമെങ്കിൽ നമ്മളെ മൂത്താപ്പേണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരികളുടെ മൂത്താപ്പേണ്. ഞാൻ അടുത്ത മാസം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്ത 5-ാം തീയതി പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓനൊന്ന് കാണണമെന്ന് കുറേയായിട്ട് ആഗ്രഹിക്കണം. നമ്മളെക്കാളൊക്കെ വലിയ അഹങ്കാരിയാണ്. കാരണം പടച്ചോനേക്കാളും വലിയ ആളാന്ന് പറഞ്ഞ ആളാ. കിബിർ 4 ഐറ്റുണ്ട്. ഒന്ന് അള്ളാനേക്കാളും വലുതാന്ന് ഞാനെന്ന് പറയാം. 2 ഒരു അമ്പിയാക്കളിൽ നിന്ന് ഒരാളെക്കാളും വലുതാന്ന് പറയാം. 3 ഔലിയാക്കളിൽ നിന്ന് ആരെങ്കിലേക്കാൾ വലുതാന്ന് പറയാം. 4 സ്നേഹിതന്മാരെക്കാൾ വലുതാന്ന് പറയാം. 4 ഐറ്റം പറയാം. ആ ആദ്യത്തെ 2 കൊണ്ട് ആ സ്പോട്ടിൽ കാഫിറാവും. ഏതാ 2? അള്ളാനേക്കാളും വലുതാന്ന് പറയാം. അങ്ങനെ പറയോ? അന റബ്ബുക്കുമുൽ അഅ്ലാ അഫ്ളലു തഫ്ളീലാണ്. അപ്പൊ ആലിയ റബ്ബ് വേറെ ഉണ്ട്. ആ ഭാഷ കൊണ്ട് തന്നെ ഉണ്ട്. വലിയ ആള് ഞാനാണ്, എന്റെ ചോട്ടാണ് മറ്റാള് എന്ന് പറഞ്ഞു. ഇതിന് അണ്ണാക്ക് പൊന്തിയ ആളാണ് ഫിറൗൻ. അതിന് അണ്ണാക്ക് പൊന്തിയ ആളാണ് ഫിറൗൻ. അപ്പൊ ആളുകൾ ചോദിച്ചു, അപ്പൊ ഈ നദികളൊക്കെ ഈ പുഴകളൊക്കെ ഒഴുകുന്നത് ആരെ തീരുമാനമാണെന്ന് ചോദിച്ചു. അപ്പൊ ഫിറൗൻ പറഞ്ഞു, ഇതൊക്കെ ഒഴുകണതിന്റെ തീരുമാനം എന്താണ്? എങ്ങട്ടാ കൈ കൊണ്ടിയത്? അവിടെ ഇട്ടിട്ട് അള്ളാഹ് ചാമ്പിയത്. എന്റെ കൈ ഏത് ഭാഗത്തേക്കാ പോയത്? ആ സ്പോട്ടിലുള്ള വെള്ളത്തിന് അവിടെ ഇട്ടിട്ട് അള്ളാഹ് ചാമ്പിയത്. ചില വാക്കുകൾക്ക് അങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ചില നല്ല വാക്കിന് കുറച്ച് ഗുരുത്വമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമായിട്ട് മത്സരിക്കാമെന്ന ഫിറോന്റെ സാഹചര്യങ്ങൾ മൊത്തം മുസ്ലിമീങ്ങളായി. ഒരൊറ്റ അദബിന്റെ വാക്ക് പറഞ്ഞതാ, നിങ്ങളാ തുടങ്ങണ്ടേ ഞാനാ തുടങ്ങണ്ടേ? ഇവരിങ്ങനെ കയറ് പാമ്പാക്കാൻ വേണ്ടി വന്ന വടിയും കയറൊക്കെ ഇവരെടുത്തുണ്ട്. ഇവര് സിഹറിലൂടെ അതൊക്കെ പാമ്പാക്കണം, മാജിക്കിലൂടെ, മൂസാ നബി മോചിതത്തിലൂടെ. പരിപാടിന്റെ ആരംഭത്തിൽ ഇവർ ചോദിച്ചു, മുഷാവറ നടത്താം, നിങ്ങളാണോ തുടങ്ങണ്ടേ നമ്മളാണോ തുടങ്ങേണ്ടത്? മൂസാ നബി നിങ്ങൾ തുടങ്ങിയാൽ മതി. അതൊരു നബിയോടുള്ള മുഷാവറിന്റെ അദബായി. ആ അദബിന്റെ ലഫ്ദിന്റെ ബർക്കത്ത് കൊണ്ട് മുഴുവൻ മുസ്ലിമീങ്ങളായി. സംഘാടക സമിതിയുടെ ചെയർമാൻ ഫിറോൻ, ഓൻ അപ്പോൾ മുസ്ലിമായില്ല. ഓൻ പറഞ്ഞ് മൂസന്റെ ആളായാലും കയ്യും കാലും ഇപ്പൊ വെട്ടുന്ന. മൂസന്റെ ആളായിട്ട് നിങ്ങളൊക്കെ മാറി എപ്പ കയ്യും കാലും വെട്ടുന്ന. ഇരുവരും ചിന്തിച്ചു, ഈമാൻ സ്വീകരിച്ചാൽ ഈമാൻ കിട്ടും, ഈമാൻ ഒഴിവാക്കിയാൽ കയ്യും കാലും കിട്ടും. ഏതാ വേണ്ടത്? 1 മിനിറ്റ് കൊണ്ട് കിട്ടിയ പൗരമൊക്കെ നിങ്ങൾ ഇവർ ചിന്തിച്ചു, കയ്യും കാലും കഴുത്തും പാലും വേണ്ടിയില്ല, അത് പോയിക്കോട്ടെ, ഈമാൻ കിട്ടിയാൽ മതി എന്നുള്ളടത്ത് എത്തിയവര് 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയവര്. കൈവെട്ടും ഈമാൻ കിട്ടും, കൈവെട്ടും ഈമാൻ കിട്ടും. വെട്ടാ വേണ്ടത് കിട്ടലാ വേണ്ടത്, കിട്ടൽ മതി വെട്ടിക്കോന്നു. 1 മിനിറ്റ് കൊണ്ടാണ് ഈ ദർജയിലെത്തിയത്. കാരണം എന്താ? മുസാഹബത്തിന്റെ പവറാണ്. അത് വായിച്ച CD കേട്ടാലൊന്നും ഈ പവർ കിട്ടില്ല. ഒരു CD കേട്ടാൽ വികാരം അങ്ങനെ കിട്ടും, വേറെ CD കേട്ടാണ് പോകും ചെയ്യും. കാരണം ഇതിങ്ങനെ കറങ്ങിയിട്ട് കയറുന്നതാണ്. അങ്ങനെ തോന്നുന്നു ജമാഅത്ത് സുബഹി തഹജ്ജുദ്. അപ്പാണോ ഈ യുക്തിവാദിന്റെ പ്രശ്നം കേട്ടത്? അപ്പൊ പക്ഷെ ഒരു സ്വാദിഖിന്റെ കൂടെ ഒരു 10 മിനിറ്റ് നടന്നു നോക്കണേ, അപ്പൊ കിട്ടുന്ന റേഞ്ച് ഉണ്ട്. അത് ഞാൻ അപ്പൂപ്പം താടിയല്ല, ഊതിയാ പോകില്ല, അതവിടെ ഉണ്ടാവും. അതുകൊണ്ട് നന്നാണല്ലെങ്കിൽ സുഹൃത്തുക്കളെ മഹലിലെ നല്ലവരെ കൂടെ ചാരിക്കോളി, നന്നാവും. കുറേ CD കേട്ടോണ്ട് മാത്രം കാര്യമില്ല. CD കേട്ടോളിയാ നല്ലതാണ്. അത് വേറെയുള്ള കേൾക്കുന്നതിനേക്കാളും നല്ലതാണ്. വേല എന്നെയും കുറേ CD ഉണ്ട്, ഞങ്ങളിതൊക്കെ നിങ്ങൾ കേട്ടോളി, അതിനൊന്നും എതിരില്ല. പക്ഷെ അതുകൊണ്ട് ക്ലിക്കായിക്കൊള്ളണമെന്നില്ല. ക്ലിക്കാവണോ? ഇന്നത്തെ സമാന വസ്വാസ് കൂടിയ കാലം. മഹലിലുള്ള നല്ലവരെ കൂടെ കൂടിക്കോളി. മഹലിൽ ഏറ്റവും നല്ലോ ഞാൻ തന്നെ എന്ന് പറയില്ലേ, അത് നിങ്ങൾക്ക് തോന്നിയതാണ്. എനിക്ക് കൂടാൻ മാത്രം നല്ലവരില്ല എന്ന് പറയില്ലേ, ഉണ്ടാവും കൂടെ, അത് നമുക്ക് തോന്നുകയാണ്. ഏറ്റവും നല്ല ഇപ്പം ഞാൻ തന്നെയല്ല. ആയിഷാബിനോട് ഒരാൾ ചോദിച്ചു, ഒരാൾ നല്ലവനായാലും എപ്പോഴാന്ന് വെച്ചു, ഏറ്റവും മോശമാണെന്ന് തിരിച്ചറിയുമ്പോൾ. ഞാനാണ് ഏറ്റവും മോശം എന്ന് തിരിച്ചറിഞ്ഞാൽ അതാണ് സ്വാലിഹിന്റെ ലക്ഷണം. അപ്പൊ ആയിഷാബിനോട് ചോദിച്ചു, ഏറ്റവും മോശമാണെന്ന് എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഞാൻ ഏറ്റവും നല്ലവനെന്ന് മനസ്സിലാകുമ്പോൾ മനസ്സിലായിക്കൊണ്ട് ഏറ്റവും മോശം ചെയ്യേണ്ടത്. ഇത് ഇന്നത്തെ ലോകത്ത് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമാണ്. അത് ആദ്യം അമർത്തി പറയേണ്ട എന്നോട് തന്നെയാണ്. അല്ലാഹു തആല എന്നെ നന്നാക്കട്ടെ, നിങ്ങൾ നന്നാക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് പിരിയുമ്പോ എനിക്ക് എന്നോട് ഓർമ്മപ്പെടുത്താനുള്ള നിങ്ങളോട് ഞാൻ പറയാം. എന്താ ഞാൻ പറഞ്ഞിരുന്ന ഓർമ്മ ഉണ്ടോ? സംഗതി ആരും ഉറങ്ങിയിട്ടില്ല, എന്നാലും ഓർമ്മയില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞിരുന്നത്? ആയിഷാബിന്റെ അല്ല, എൻ്റെ എന്തോ കാര്യം പറഞ്ഞിട്ടല്ല അങ്ങോട്ട് കയറിയത്. നിങ്ങൾ ഓർമ്മാക്കിയാ പറഞ്ഞുതരും, അല്ലെങ്കിൽ ഇവിടെ നിർത്തുന്നത്. റബ്ബ് ഗഫാറാണ്, 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 ഗഫാറാണ്. അല്ലാഹു തആല നമ്മളതൊക്കെ സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യട്ടെ. ഞാൻ അവസാനം എന്നോട് നിങ്ങളോട് സന്ദേശം, ഒന്നും പേടിക്കണ്ട. കുറേ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും. സാരില്ല ചെറുപ്പക്കാരാ, സാരില്ല, സാരില്ല. മുഅ്മിനായ മനുഷ്യൻ ചിപ്പി പോലെയാണ്. ചിപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിപ്പിന്റെ ഉള്ളിൽ എന്തുള്ളത്? മുത്തുള്ളത്. ചെപ്പിയല്ല, അത് ചെറുത്തിൻ്റെ ഉള്ളിലുള്ള. അതിപ്പോൾ എല്ലാവർക്കും പരിചയമുണ്ടാവും.
ചില ആൾക്കാരൊക്കെ നോമ്പിനെ മാരിപ്പാൻ കൊടുത്താൽ നേരത്തെ ചെപ്പിട്ടിട്ട് തിരിക്കണം. അതല്ല, ചിപ്പിന്റെ ഉള്ളിലാണ് മുത്തുള്ളത്. ഈ മുത്തിന്റെ അസിൽ എന്താ നിങ്ങൾക്ക് അറിയാം? ഞാൻ പറഞ്ഞുതരാം. മുത്തിന്റെ അസിൽ എന്താണെന്ന് അറിയാം? ഞാൻ പറഞ്ഞുതരാം. ചിപ്പി എന്ന് പറഞ്ഞാൽ കടലുള്ള ഒരു ജീവിയാണ്. ഇതിനൊരു തോട് ആവരണം ചെയ്തിട്ടുണ്ടാവും, കക്കന്റെ തോട് പോലെ. ഇതിന്റെ ഉള്ളിക്ക് കാറ്റിന് മണലടിച്ച് ചിപ്പിന്റെ ശരീരത്തിൽ പോയി പതിയും. മണൽ തട്ടിയ ചിപ്പിക്ക് നല്ല വേദന ഉണ്ടാവും. ചിപ്പി ഒന്ന് പെടഞ്ഞാൽ മണൽ പോലും ചെയ്യും, പക്ഷെ പെടയില്ല, കൂട്ടിപ്പിടിച്ച് കിടക്കും. ചിപ്പി ഒന്ന് ഇളകിയാൽ മണൽ നീങ്ങും, പക്ഷെ ഇളകിയില്ല. ചിപ്പിയെ മുറിയാക്കും, വേദനിപ്പിക്കും. എന്നാൽ ചിപ്പി മണലിനെ വിടൂല, പിടിച്ച് അമർത്തി കെട്ടിപ്പിടിച്ച് നിൽക്കും. കുടഞ്ഞ മണൽ പോകും, കൊടയില്ല. 2-3 ദിവസം അങ്ങനെ നിന്നാൽ ചിപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദ്രാവകം പുറത്തേക്ക് വരാണ്ട് ആ ദ്രാവകം തട്ടിയിട്ട് ഈ മണലാണ് പിന്നീട് മുത്തായിട്ട് മാറുന്നത്. ചിപ്പിയിൽ അള്ളിപ്പൊടിച്ച് നിന്നിരുന്ന മണലാണ് ഈ ദ്രാവകം തട്ടിയിട്ട് മുത്തായിട്ട് മാറുന്നത്. അല്ലാതെ മുത്ത് പുറത്തുനിന്ന് വരുന്നതല്ല, ഈ മണൽ മുത്തായിട്ട് മാറുക. ഇനി ഇങ്ങനെ നിൽക്കി മോമിനാ മനുഷ്യങ്ങൾ, നമ്മൾക്ക് ഒരുപാട് മുസീബത്തുകൾ മണൽ കൂമ്പരായിട്ട് വരും. നമ്മൾ ക്ഷമ കൊണ്ട് മുറുക്കി പിടിക്കും. ഒരു വേള സയ്യാത്ത് പോലും ഏറ്റവും മുസീബത്തായിട്ട് നമ്മുടെ അധ്യായത്തിൽ വരും. അപ്പോഴും നമ്മൾ ഇങ്ങനെ മുറുക്കി പിടിക്കും. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാന്നുള്ള ഹൗഫിന്റെ ഒരു നീരാവിണ്ട് പുറത്തേക്ക് വരാൻ. ആ സമയം ഈ മുസീബാത്തുകളൊക്കെ ഈ നിയമത്തായിട്ട് മാറും, മുത്തുകളായിട്ട് മാറും. അള്ളാഹു തആല ആ കൂട്ടത്തിൽ അങ്ങനെ പവറുള്ള ഈമാന്റെ അഹ്ലുകാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ.